പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ രാവിലെ സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഒക്കെ ഇടിയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഈ ഒരു EMF-ന്റെ സിസ്റ്റേഴ്സ് മീറ്റിംഗില് നേതൃത്വം കൊടുക്കുന്ന ഫെബാൻഡിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം ചെയ്യുന്നു, ക്രിസ്തുവിന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇന്ന് ലീഡ് ചെയ്ത സിസ്റ്റർ സിമി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിഷേകത്തിന്റെ നിറവിൽ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വർഷിപ്പ് ലീഡ് ചെയ്ത ജിറ്റി സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രാവശ്യം സഹോദരിയുടെ ശുശ്രൂഷകൾ പങ്കെടുക്കാൻ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്ത ദൈവദാസി ദൈവശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ഒരു EMF-ന്റെ ഭാരവാഹികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക്, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്രിസ്തുവിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായിട്ട് നിൽപ്പാന് കർത്താവ് തന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളായിരിക്കുന്നത് കൃപയാല. നമ്മുടെ കൂടെയുള്ള ദൈവകൃപ വ്യർത്ഥമല്ല. നമ്മുടെ ഓരോരുത്തരെ അവസ്ഥയെ അറിയുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം നമ്മളെ കാണുന്ന കർത്താവ്, അവന്റെ മുമ്പിലാണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യത്തില് നമ്മളെല്ലാവരും ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ എല്ലാവരോടുള്ള ക്രിസ്തുവിലെ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവദാസി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആരാധന തുടങ്ങിയപ്പം, ലീഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ സിം സിസ്റ്ററും പറഞ്ഞു, ഇയ്യോബിന്റെ അടുത്ത് വന്നവര്, നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു കർത്താവ്, ആ കർത്താവിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവ് ഇസഹാക്കിന്റെ ദുഃഖം മാറ്റി എന്ന് പറഞ്ഞു സഹോദരി. നമ്മുടെ ദുഃഖം മാറ്റുന്ന ഒരു ദിവസമായിട്ട്, നമ്മളെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദിവസമായിട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ വെമ്പലുകളും തുടിപ്പുകളൊക്കെ ഓരോ സഹോദരിമാരുടെയും വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ആരോടും പറയുന്നില്ലായിരിക്കാം. ഈ ഒരു സൂം സ്ക്രീനിൽ ഇരിക്കുമ്പം ചിലർ വീഡിയോയിലിരിക്കും, ചിലർ വീഡിയോയിൽ അല്ലാതിരിക്കും. പക്ഷെ നമ്മുടെ ശരിയായ ഭാവം, ശരിയായ വേദന, ശരിയായ ദുഃഖം ഒരുപക്ഷെ ചിരിക്കുന്ന നമ്മുടെ മുഖം കാണുമ്പോൾ ഒരുപക്ഷെ ആരും അറിയണമെന്നില്ല. എന്നാൽ നമ്മുടെ ദുഃഖം മാറ്റുന്ന ഒരു പകലാക്കി കർത്താവ് ഈ പകലിനെ കർത്താവ് മാറ്റട്ടെ. കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യത്തില് നമ്മളായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ നോക്കിയാല്, സ്ത്രീകളായ നമ്മൾക്ക് ഒരു സമൂഹം വില കൽപ്പിക്കാതിരുന്ന ഒരു യഹൂദ സമുദായം, അങ്ങനെ ഒരു സമുദായത്തിലെ കർത്താവ് ഇറങ്ങി വന്നിട്ട് സ്ത്രീകൾക്ക് വില കൽപ്പിച്ച് അവരെ സുവിശേഷത്തിന്റെ പങ്കാളികളാക്കി, അവരെ ക്രിസ്തുവില് കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് പറഞ്ഞ് നമ്മളെ അവന്റെ രക്തം കൊണ്ട് വിളിച്ചു വേർതിരിച്ച് ഈ സുവിശേഷത്തിന്റെ ദൗത്യം നമ്മുടെ മേൽ തന്നപ്പം കർത്താവ് നമുക്ക് വില തന്ന കർത്താവ്. ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ സ്ത്രീയായും പട്ടിയായും ജനിക്കാത്തതിൽ ദൈവത്തിനെ സ്തുതിക്കുന്നു. അപ്പൊ ഒരു സ്ത്രീക്ക് അന്നത്തെ സമൂഹം കൊടുത്ത ഒരു വില അങ്ങനെയായിരുന്നപ്പം ആ ഒരു സമൂഹത്തിന്റെ ചുറ്റുപാടുകളെ അഴിച്ചു പണിതുകൊണ്ട് സ്ത്രീ ആരാണെന്നും സ്ത്രീക്ക് എന്തൊക്കെ പദവികൾ ഉണ്ടെന്നും ഒരു സ്ത്രീയെ കൊണ്ട് എന്തൊക്കെ ഈ ലോകത്തിൽ ചെയ്യിക്കാൻ കഴിയുമെന്നും കർത്താവ് തെളിയിച്ച കർത്താവാ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിക്കാൻ ഒരു കാര്യം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല നന്മയ്ക്കും, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല അനുഗ്രഹത്തിനും കാരണം കാൽവരി ക്രൂശിൽ കർത്താവ് തന്റെ രക്തം ചിന്തി നമ്മളെ അവന്റെ മക്കളായി തീർത്തത് കൊണ്ടാ, മണവാട്ടിയം സഭയുടെ അംഗങ്ങളാക്കി മാറ്റിയത് കൊണ്ടാ. അതുകൊണ്ട് പ്രശംസിക്കുന്നെങ്കിൽ നമുക്ക് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവില. നമുക്കൊരു ധൈര്യം, കൃപാസനത്തിന് അടുത്ത് ചെല്ലാൻ ഒരു ധൈര്യം കർത്താവ് നമ്മളെ ആ പദവി തന്ന് അലങ്കരിച്ചതാ. പഴയ നിയമത്തിലും നമ്മൾ കാണുമ്പം നമുക്കത് കാണാൻ പറ്റും. സ്ത്രീകൾക്ക് ഒരു പദവിയും കൊടുക്കാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ മക്കളുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, കനാൻ ദേശത്ത് നിന്ന് യാത്ര തിരിച്ച ഇസ്രായേൽ മക്കള് അവർ വലിയ പ്രതീക്ഷയോടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നത്. നമ്മളെയും അടിമത്തത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നപ്പം കർത്താവിന് നമ്മളെ പറ്റി വലിയ പ്രതീക്ഷകളുണ്ട്. കർത്താവിന്റെ ആഗ്രഹം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരണം എന്നാ. അങ്ങനെ അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളും അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന് വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തില് ഒരു ദിവസം ദൈവം മോശയെ വിളിച്ചിട്ട് ന്യായപ്രമാണം കൊടുക്കുക. മോശയുടെ ന്യായപ്രമാണം പറയുന്നത് എന്തെന്ന് വെച്ചാല്, സ്ത്രീക്ക് സമൂഹത്തിൽ ഒരു അവകാശവും ഇല്ലെന്നാ. മോശയുടെ ന്യായപ്രമാണം പറയുന്നത് ഒരു അവകാശം പ്രാപിക്കണമെങ്കിൽ ആ കുടുംബത്തിൽ ഒരു പുരുഷൻ ഉണ്ടായിരിക്കണം. അയ്യോ, സ്ത്രീക്ക് അതിന് അവകാശമില്ല, അർഹതയില്ല എന്നാ പറയുന്നത്. വചനം ഇങ്ങനെയാ പറയുന്നത്. നമ്മള് വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. നമ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ക്രോണിക്കൽസ് നമുക്ക് കാണാൻ പറ്റും. അവർക്ക്
പുത്രന്മാരില്ലെങ്കിൽ പുത്രിമാർക്ക് ഒരു അർഹതയില്ല. അവിടെ പുത്രിമാർക്ക് അപ്പന്റെ അവകാശം കൂടെ പ്രാപിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തെ പറ്റി വചനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്കാണ് ഞാൻ ഇന്ന് ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓടി എത്തിക്കാണും. എങ്കിലും ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്പേഴ്സ് 27-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് അങ്ങനെയാണ് പറയുന്നത്. അനന്തരം യോസഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഫേരസിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തു വന്നു. അവന്റെ പുത്രിമാർ മഹള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശെയുടെയും എലയാസർ പുരോഹിതന്റെയും മുമ്പാകെ പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടി കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവന് സ്വന്തം പാപത്തിലത്രേ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അപ്പന് മകൻ ഇല്ലായ്ക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരയണം. നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള ഒരു ഭാഗമാണ്. ഇവിടെ 5 സ്ത്രീകൾ വന്നിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നോക്കിയ ഈ 5 സ്ത്രീകളുടെ പേര് വളരെ സ്പഷ്ടമായിട്ട് 3 കർത്താവ് എഴുതി വച്ചിട്ടുണ്ട്. ആ 3 പേരുകൾ ഞാൻ വിചാരിക്കുക കർത്താവിന് വേണ്ടി വളരെ കഷ്ടം സഹിച്ച പല വീരന്മാരുടെയും പേര് അവർ എന്നും അവനെന്നും അവളെന്നും പറഞ്ഞ് കർത്താവ് നിർത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് മറക്കാതെ 5 സ്ത്രീകളുടെ പേര് വചനത്തിൽ എഴുതി ചേർത്തിരിക്കുക. 3 പേര് അതുപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുക. നമ്പേഴ്സ് 27 കാണാം, നമ്പേഴ്സ് 26 കാണാം, 33 കാണാം, 36 കാണാം. അങ്ങനെ പലയിടത്തും നമുക്ക് ഈ വചനം, ഈ പേരുകൾ അങ്ങനെ തന്നെ കാണാം. ഒരു കുടുംബത്തിൽ കനാൻ ദേശത്ത് നിന്ന് അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു കുടുംബം, അവര് മരുഭൂപ്രയാണത്തിൽ അവരായിരിക്കുക. അവരെ മരുഭൂപ്രയാണത്തില് അവര് കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, അയ്യോ ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പം ദൈവം പറഞ്ഞത് വാഗ്ദത്ത കനാൻ ഞങ്ങൾക്ക് തരാമെന്ന്. ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പം ആ കനാനിൽ അവകാശം ഞങ്ങൾക്ക് തരാമെന്ന്. ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പം ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരു അപ്പൻ ഉണ്ടായിരുന്നു. മനശ്ശെ കുടുംബത്തിൽ ജനിച്ച ഞങ്ങളുടെ അപ്പന് അവകാശം ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ അടിമത്തത്തിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ചിറ്റുള്ളിയും ചീരുള്ളിയും ഒക്കെ വിട്ടിട്ട് മോശ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങള് ഈ മരുഭൂമിയിൽ കടന്നു വന്നത്. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇപ്പം ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. ഇനി ഇസ്രായേലിന്റെ നിയമപ്രകാരം, മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമപ്രകാരം ഇനി ഒരിക്കലും ഞങ്ങളോട് അപ്പൻ പറഞ്ഞ ഇന്നലെ ഞങ്ങൾ സ്വപ്നം കണ്ട ആ വാഗ്ദത്തം ഇനി ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്നവർ റിയലൈസ് ചെയ്യാണ്, ഞങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഇനി അർഹതയില്ല. ഈ ലോകം നമ്മളെ നോക്കി പല കാര്യത്തിലും ഇങ്ങനെ വിധി എഴുതും. നിനക്കത് പ്രാപിക്കാൻ അർഹതയില്ല, നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് അത് പറ്റത്തില്ല, നിന്റെ കുടുംബ പാരമ്പര്യം നോക്കിയാൽ നിന്റെ മക്കൾ ഇത്രയൊക്കെ ആകത്തുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ജോലി സാധ്യത വെച്ച് നോക്കി നിനക്ക് ഇത്രയൊക്കെ ഉയരാൻ പറ്റത്തുള്ളൂ. ലോകം നമുക്ക് എപ്പോഴും ഒരു ബൗണ്ടറി ഇടുമ്പം ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവര് കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയായിരിക്കും. ജീവിതത്തിൽ കുലുക്കുന്ന അവസരങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുമെന്ന് ലോകം പറയുമ്പോ, ഇനി സാധിക്കില്ലെന്ന് ലോകം പറയുമ്പോ, മെഡിക്കൽ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് ഇത്രയും ദിവസങ്ങളുള്ളെന്ന് പറയുമ്പോ, അയ്യോ ഇനി രോഗിയായിരിക്കും പറയുമ്പോ, നമ്മൾ വിശ്വാസത്താ പറയും, ഇല്ല ഞാൻ പ്രാപിക്കും, നിശ്ചയം അത് പ്രാപിക്കും വരെയും എനിക്കൊരു ഓട്ടമുണ്ട്, എനിക്ക് പ്രാപിക്കാൻ കഴിയും. ക്രിസ്തുവിൽ അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വെന്ന് തന്നെയാ. അത് പ്രാപിക്കാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് ഒരുക്കിയാൽ തീർച്ചയായിട്ടും അർഹതയില്ലെന്ന് ലോകം പറയുന്നതിനെ അർഹമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അവിടെ സെലോഫഹാദിന്റെ മക്കൾ വിചാരിക്കുക, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഇനി അവകാശമില്ലല്ലോ. ഇന്നലകൾ ഞാൻ സ്വപ്നം കണ്ട വാഗ്ദത്തം, ഇന്നലകളില് ഞാൻ സ്വപ്നം കണ്ട ആ കനാന് ഇനി ഒരിക്കലും പ്രാപിക്കാൻ പറ്റത്തില്ലേ? ചിലരോടൊക്കെ പിശാചി വന്ന് ചെവിയിൽ മന്ത്രിക്കാറില്ലേ, ഇന്നലകൾ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇനി കിട്ടത്തില്ല, സാഹചര്യം നീ പ്രതീക്ഷിച്ച പോലെ അല്ല, ഇപ്പൊ എല്ലാം ഉൾട്ടയായി, ഇന്നലത്തെ പോലെ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടത്തില്ല, ഇപ്പൊ റെസഷന്റെ ഒരു കാലഘട്ടമാ, ഇന്നലെ നീ വിചാരിച്ച പോലെ നിനക്ക് മുന്നേറാൻ പറ്റത്തില്ല, സാഹചര്യം നിനക്ക് പ്രതികൂല. ഇന്നലെ നീ സ്വപ്നം കണ്ട പോലെയല്ല, ഇന്ന് നിന്റെ ശരീരം അതിന് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല, ഇന്ന് നിയമം നിനക്ക് അനുകൂലമല്ല, ഇന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നീ ആശ്രയിച്ച ചില കരങ്ങളെല്ലാം അത് ആശ്രയം മറ്റ പോലെ ആയിപ്പോയില്ലേ, നീ സ്നേഹിച്ച ചിലരൊക്കെ അകന്നു പോയില്ലേ, നീ ആശ്രയിച്ച ചില കൂട്ടുകാർ അകന്നു പോയില്ലേ, അത് കണ്ടിട്ട് നീ പലപ്പോഴും നിന്നോട് തന്നെ പറഞ്ഞിട്ടില്ലേ, ഇനി എനിക്കത് പ്രാപിക്കാൻ പറ്റുമോ, ഇനി എനിക്കത് ഓടി തികയ്ക്കാൻ പറ്റുമോ, ഇത് ഇനി എനിക്ക് എന്റെ ജീവിതകാലത്ത് നേടിയെടുക്കാൻ പറ്റുമോ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഞങ്ങളുടെ തലമുറ ദൈവത്തിന് അകന്നു പോയി, ഇനി തിരിച്ചു
കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ വ്യാകുലപ്പെടുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ലോകം മുഴുവൻ, ന്യായപ്രമാണം മുഴുവൻ ഇനി സാധ്യമല്ലെന്ന് പറയുമ്പോഴോ ഈ കൃപാസനത്തോട് അടുത്ത് ചെല്ലാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് ചില നിയമങ്ങളെ മാറ്റാൻ ദൈവം സർവശക്തനാ. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിൽ എത്ര പേർക്ക് സമർപ്പിക്കാൻ പറ്റും? നമ്മുടെ ജീവിതം നോക്കി നമ്മൾ തന്നെ വിധി എഴുതുന്ന ചില മണ്ഡലങ്ങളില്ലേ, നമ്മൾ തന്നെ ചില ബൗണ്ടറികൾ വരച്ചു വെക്കാറില്ലേ, നമ്മൾ തന്നെ ചില ലിമിറ്റേഷൻസ് ഇടാറില്ലേ? ഇനി ഇത് സാധിക്കുമോ? ഇനി ഇത് നേടിയെടുക്കാൻ പറ്റുമോ? ആ വാഗ്ദത്തം ഇനി ജീവിക്കുമോ? കാലങ്ങൾ ഇത്രയായില്ലേ, നിയമങ്ങൾ ഇത്ര സ്ട്രോങ് അല്ലേ, ഇനി അതിനൊരു മാറ്റം സംഭവിക്കുമോ? കർത്താവിന് പറയാനുള്ളത് റോമാലേഖനത്തിൽ പറയുകയാണ് 4:21 വാക്യം, വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവൻ ശക്തൻ. എത്ര പേർക്ക് പൂർണ്ണമായി ഒന്ന് ഉറക്കാൻ പറ്റും? ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കണ്ടിട്ടല്ല വാഗ്ദത്തത്തിൽ വിശ്വസിക്കേണ്ടത്. സാഹചര്യങ്ങൾ അപ്പുറമായാലും, നേരത്തെ ദൈവദാസി പറഞ്ഞതുപോലെ കൂട്ടുകാരൊക്കെ വന്ന് ഇയ്യോബിനോട് എന്തൊക്കെ പറഞ്ഞാലും ഇയ്യോബിനൊരു ഉറപ്പുണ്ട്, ഞാൻ ഒരിക്കൽ അവനെ കാണും, ഞാൻ ഈ പൊടിമേൽ ഞാൻ നിൽക്കാനിടയാകും, ദേഹസഹിതനായി ഞാൻ അവനെ കാണും. സാഹചര്യങ്ങളൊക്കെ കാണില്ലെന്ന് പറഞ്ഞാലോ, എന്റെ ശരീരം മുഴുവന് തകർന്നു പോയാലോ, സാഹചര്യങ്ങളെല്ലാം, എന്റെ ഭാര്യ പോലും എനിക്കെതിരെ പറഞ്ഞാലോ, ഇല്ലെന്ന് എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഞാൻ അവനെ ദേഹസഹിതനായി കാണും. ഈ ദേഹം ഇല്ലാതല്ല, ഈ ദേഹം എന്നോട് പറയുന്ന ഇനി കാണാൻ പറ്റില്ല, ഈ ദേഹം മുഴുവൻ പൊടിഞ്ഞു തകർന്നു പുഴുവായി, അയ്യോ ഇനി ദേഹത്തിനൊരു നന്മ ഇനി വരാൻ പറ്റുമോ? വരുമെന്ന്. കാരണം വാഗ്ദത്തം പറഞ്ഞത് കർത്താവാണെങ്കിൽ എന്തിനാ മെഡിക്കൽ റിപ്പോർട്ട് നോക്കി വിഷമിക്കുന്നേ? എന്തിനാ മറ്റുള്ളവർ പറഞ്ഞു നോക്കി വിഷമിക്കുന്നേ? എന്തിനാ മറ്റുള്ളവർ പറഞ്ഞ് നമ്മുടെ വാഗ്ദത്തത്തെ നമ്മൾ കുറച്ച് കാണുന്നത്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ഉറക്കാൻ പറ്റുമോ? സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ കൈയടിക്കാൻ കഴിയുന്നതല്ല അഭിഷേകം. എല്ലാം എതിരെന്ന് പറയുമ്പോ, യൂണിവേഴ്സിറ്റി അത് സാധിക്കില്ലെന്ന് പറയുമ്പോ, ലോകത്തിലെ നിയമങ്ങൾ അത് സാധിക്കില്ലെന്ന് പറയുമ്പോ, ബോസിനി അത് ഒരിക്കലും നടക്കില്ലെന്ന് പറയുമ്പോ, വിശ്വാസത്താൽ കൽപ്പിക്കുന്നവരാ അഭിഷക്തര്. അഭിഷേകം അന്യഭാഷയ്ക്ക് മാത്രമല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തപ്പോഴോ വിശ്വാസത്തോടെ, സാഹചര്യത്തിന് മുന്നോട് വിശ്വാസത്തോടെ കാലെടുത്ത് വെക്കുന്നവരാ അഭിഷക്തര്. ആ അഭിഷേകമായി ഈ തലമുറയിൽ നമുക്ക് വേണ്ടത്. ആ അഭിഷേകം പ്രാപിക്കുന്നെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ടാകും, അത് പറഞ്ഞത് കർത്താവാണെങ്കിൽ നിവർത്തിപ്പാൻ ദൈവം ശക്തനാ. നമ്മൾ ദൈവത്തിന്റെ വചനം ഉടനീളം എടുത്തു നോക്കിയാല്, ദൈവത്തിന്റെ വിശ്വാസ വീരന്മാരുടെ ഒക്കെ പട്ടിക നോക്കിയാല്, സാധിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്തപ്പോൾ അവരൊക്കെ വിശ്വസിച്ചത്. ഒരിക്കലും മഴ കാണാത്തൊരു കാലത്ത് കർത്താവ് പറഞ്ഞതിന് നോഹ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? 1-2 ദിവസവും അല്ലെന്നേ, 120 വർഷം നമ്മൾ അങ്ങനെ കാത്തിരിക്കാൻ പറ്റുമോ? കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം ഇന്ന് നാളെ മറ്റന്നാള് അത്രയൊക്കെ കാത്തിരിക്കും. ഒരാഴ്ച, 2 മാസം, അടുത്ത വർഷം. അങ്ങനെ കാത്തിരുന്നിട്ട് നടക്കാതെ പോയപ്പം നമ്മളൊക്കെ പ്രാർത്ഥന എത്രയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു പോയിട്ടുണ്ട്. നോഹയ്ക്ക് ചോദിക്കാം, കർത്താവെ മഴയുടെ ഒരു കോള് പോലും വരുന്നില്ല, ഞാൻ ജീവകാലത്ത് മഴ കണ്ടിട്ടുമില്ല, നീ പറയുന്ന ഈ സംഭവം നടക്കുവോ? എത്ര ദിവസം കൊണ്ട് ഞാൻ ഈ പെട്ടകം പണിയുന്നേ, എത്ര പേരാ കളിയാക്കുന്നേ, സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരെ കളിയാക്കുന്നു, ജോലിക്ക് പോകുമ്പോൾ ഓഫീസിൽ കളിയാക്കുന്നു, നീ നടക്കുന്നു പറഞ്ഞ് ഞാൻ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു, ഞാൻ പലരോട് പറയുകയും ചെയ്തു. ഇപ്പം കർത്താവെ നടക്കാതെ വരുമ്പം എല്ലാവരും ചോദിക്കുന്നു എന്ന്. 100 വർഷമായപ്പം ചോദിച്ചില്ല, 110 വർഷമായി ചോദിച്ചില്ല, 115 വർഷമായപ്പം നോഹയുടെ വിശ്വാസം കുറഞ്ഞു പോയില്ല, അബ്രഹാമിന്റെ വിശ്വാസം കുറഞ്ഞു പോയില്ല. അഭിഷക്തരെ, നമ്മുടെ വിശ്വാസം ഇന്ന് എങ്ങനെയാ? കർത്താവ് ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് അപ്പം മരിച്ചുപോയി, സാഹചര്യം ഞങ്ങൾക്ക് എതിരായി മാറി, ഇനി ഇത് പ്രാപിക്കാൻ പറ്റില്ലെന്ന് ചുറ്റുമുള്ള യഹൂദന്മാര് മുഴുവൻ പറയുമ്പോ, കൂടെ ഇറങ്ങി തിരിച്ച കൂട്ടുകാർ പറയുമ്പോ, അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാർ പറയുമ്പം അവരെല്ലാം മുഖത്ത് വിരൽ വെച്ച് അയ്യോ കഷ്ടമായി പോയി, ഈ പെമ്പിള്ളാര് വെറുതെ ആണല്ലോ മരുഭൂമി നടക്കുന്നത്, അങ്ങ് ചെല്ലുമ്പോ ഇവളുമാർക്ക് ഒന്നും കിട്ടത്തില്ലല്ലോ, ഇവളുമാർ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും മന്ന തിന്നുന്നതും ഒക്കെ വെറുതെയാണല്ലോ, നിങ്ങൾ കിട്ടിയത് കൊണ്ടങ്ങ് സംതൃപ്തമായിരിക്കുക എന്ന് മറ്റു പലരും ഉപദേശിച്ചപ്പോഴും മകളെയും തീർച്ചയും നോയൊന്നും ഹൊഗ്ലയൊന്നും അവരെ തീരുമാനത്തുനിന്ന് മാറിയില്ല. അവർക്ക് മനസ്സിലായി, ഇവിടുത്തെ മന്ന കൊണ്ട് സംതൃപ്തമാകാനല്ല കർത്താവ് ഞങ്ങളെ വിളിച്ചത്, ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തൊരു കനാനുണ്ട്, അത് പ്രാപിക്കും വരെ ഞങ്ങൾ ഓടുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ പാടിയപ്പം നമ്മൾ പാടിയില്ലേ, സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് നമ്മൾ ഓടണം. കാരണം ഞാൻ മഹിമ കണ്ട സാക്ഷിയാ, ഇന്നലെ ഞാൻ മന്ന കണ്ടതാ, ഇന്നലെ ഞാൻ ചെങ്കടൽ പിളർക്കുന്നത് കണ്ടതാ, ഇന്നലെ വാഗ്ദത്തം നിറവേറ്റുന്ന ഒരു
ദൈവത്തെ ഞാൻ കണ്ടതാ. അതുകൊണ്ട് ഞാൻ സംതൃപ്തമായി നിൽക്കാനല്ല, അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിൽ ഉവെന്ന് തന്നെയാ. സഭയിൽ ഒരു അത്ഭുതം നടക്കുന്നത് കൊണ്ടോ, അയ്യോ എന്റെ അമ്മാച്ചന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നത് കൊണ്ടോ, ഇന്നലകളിൽ ഒരു അത്ഭുതം കണ്ടത് കൊണ്ടോ ഞാൻ സംതൃപ്തമായി നിൽക്കത്തില്ല. കർത്താവിനോട് പറഞ്ഞതൊക്കെയും പ്രാപിക്കും വരെ ഈ ഒരു ആയുസ് ഭൂമി ദൈവം തന്നത് അവന്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽക്കാനാണെങ്കിൽ ഇന്ന് കർത്താവിനോട് പറഞ്ഞത് ഇന്ന് ഞാൻ പ്രാപിച്ചെടുക്കുമെന്ന് വിശ്വാസത്താൽ പറയുന്നവരാ അഭിഷക്തര്. അങ്ങനെയുള്ളവരെയാ കർത്താവിന് വേണ്ടത്. അങ്ങനെയുള്ള ഒരു തലമുറയെ കർത്താവ് നോക്കുന്നത്. സഹോദരിമാരെ, ഈ തലമുറയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഈ തലമുറയിൽ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. എന്തെങ്കിലും കിട്ടിയത് കൊണ്ട്, 4 അന്യഭാഷ പറഞ്ഞത് കൊണ്ട് സംതൃപ്തമായ ഒരു മൂലക്കിരിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അതിലപ്പുറം കർത്താവ് കണ്ട ഒരു ദർശനം, കർത്താവ് ഇന്നലെ പറഞ്ഞൊരു വാഗ്ദത്തം, ഈ തലമുറയിൽ ആരും ചെയ്യാത്ത ചിലത് ചെയ്യാൻ ദൈവം നമ്മളെ കണ്ടിട്ടാ വിളിച്ച് വേർതിരിച്ച് ഇങ്ങനെ ഒരു പദവിയിൽ ദൈവം ഇരുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഇതെല്ലാം ദൈവം തന്നതല്ലേ. ഈ മന്ന തിന്നാൻ നമുക്ക് എവിടുന്ന് അർഹത ഉണ്ടായിരുന്നത്? ഈ മേഘസ്തംഭത്തിലൂടെ നടക്കാൻ നമുക്ക് എവിടെയും അർഹത ഉണ്ടായിരുന്നത്? മരുഭൂമിയിൽ നമ്മുടെ ചെരുപ്പ് പഴകാതെ, വസ്ത്രം പഴകാതെ ചോദിച്ചതൊക്കെ പ്രാപിക്കത്തക്കവണ്ണം ഈ മരുഭൂമിയിൽ ഇന്നലകളെ നടത്തിയെങ്കിൽ, നമ്മുടെ തലമുറയെ നടത്തിയെങ്കിൽ, നമ്മുടെ കുടുംബത്തെ നടത്തിയെങ്കിൽ, അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് നമ്മളെ നടത്തിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാക്ഷ്യം പറയാനില്ലേ? ഇതൊക്കെ തന്ന കർത്താവ് അവസാനം വരെ നടത്താൻ വിശ്വസ്തനാ. ചിലതൊക്കെ പ്രാപിച്ചു എന്ന് വിചാരിച്ച് സംതൃപ്തമായിരിക്കാൻ അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, മുഴുവൻ പ്രാപിപ്പാൻ. ഈ തലമുറയിൽ വ്യത്യസ്തമായി നിന്ന് അവൻ തന്ന അവകാശം, വാഗ്ദത്ത ഭൂമി, നിത്യത പ്രാപിക്കും വരെ വീറോടെ നിൽക്കാനാ കർത്താവ് നമ്മളെ വിളിച്ചത്. ഇവര് ഏതെങ്കിലും കുറച്ച് നന്മ കിട്ടിയപ്പം അവരതിൽ സംതൃപ്തമായി എല്ലാവരുടെയും വാക്ക് കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്തത്. ആളുകൾ പറഞ്ഞു കാണും, മക്കളെ പോരെ എന്ന് ചോദിച്ചപ്പം അവര് പറയാ, ഇല്ല ഞങ്ങൾക്കൊരു ദർശനമുണ്ട്, അത് ഞങ്ങൾ പ്രാപിക്കണം. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല് അവർക്ക് ഇവരെ സിറ്റുവേഷൻ അറിയാം. ഇവര് തീരുമാനിക്കുക, ഞങ്ങൾ എഴുന്നേക്കും, ഞങ്ങൾ എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോകുന്നറിയോ? ഞങ്ങള് മോശയുടെ അടുത്ത് പോകും. കാരണം ഇവർക്ക് ഒച്ച ആഗ്രഹം, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അപ്പന്റെ പേര് നിലനിർത്തണം. അഭിഷക്ത ദൈവദാസിമാരെ, എത്ര പേർക്ക് ആ ഒരു വാഞ്ചയുണ്ട്? എന്തെങ്കിലും കിട്ടി ഇവിടെ സംതൃപ്തമായി നിൽക്കാനല്ല, ഈ തലമുറയിൽ അപ്പന്റെ പേര് നിലനിർത്താൻ, ദൈവത്തിന്റെ പേര് നിലനിർത്താൻ. ഇന്ന് ദൈവദാസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ അംബാസിഡർ ആയിട്ട് അവിടെ നിൽക്കുന്നതെന്ന്. ഇന്ന് ഈ ഗാഡ്ജറ്റ് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ 78 പേരും ദൈവത്തിന്റെ അംബാസഡർമാരാണ്. ആക്കിയ സ്ഥലത്ത്, അത് സിംഗപ്പൂർ ആയാലും കേരളത്തിലായാലും അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും അത് ഹൈദരാബാദിലായാലും നിർത്തിയവൻ ഒരു ഉദ്ദേശമുണ്ട്. നീ ദൈവത്തിന്റെ അംബാസഡറായാ നിൽക്കേണ്ടത്. സാഹചര്യം മാറുന്നതിനനുസരിച്ച് മാറുന്നവരല്ല. ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പന്റെ പേര് നിലനിർത്തണം. ഈ പട്ടണത്തിൽ അവന്റെ പേര് നിലനിർത്താനാ എന്നെ ദൈവ മകളാക്കി ദൈവം നിർത്തിയത്. ഈ പട്ടണത്തിൽ അവന്റെ പേര് നിലനിർത്താനാ അവൻ എന്നെ വിളിച്ച് വേർതിരിച്ച് ഈ പട്ടണത്തിൽ കൊണ്ടാക്കിയെങ്കിൽ, ഈ കുടുംബത്തിൽ കൊണ്ടാക്കിയെങ്കിൽ ഞാൻ പ്രാപിക്കാനുള്ള നന്മ പോരാടി പ്രാപിക്കാൻ നമ്മൾ ഒരുക്കപ്പെടണം. വെറുതെ ഇരുന്ന് പ്രാപിക്കാൻ പറ്റുന്നതല്ല ദൈവിക അവകാശങ്ങൾ, വെറുതെ ഇരുന്ന് പ്രാപിക്കുന്നതല്ല ദൈവിക നന്മകൾ, വെറുതെ ഇരുന്ന് പ്രാപിക്കുന്നതല്ല സ്വർഗത്തിന്റെ അഭിഷേകങ്ങളും. അതിന് വില കൊടുക്കാൻ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ആരും മുന്നോട്ട് വെച്ചില്ലെങ്കിലും വെക്കാൻ തയ്യാറാകുന്നവരെയാ ഈ തലമുറയിൽ കർത്താവ് നോക്കുന്നത്. അവരെ ഇവരും ചെയ്യുന്നില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മളെ വിളിച്ചത് നമ്മുടെ അവകാശം കാക്കാനാ. നമ്മളെ വിളിച്ചത് ഈ തലമുറയിൽ ചിലത് പോരാടിയെടുക്കാനാ. നമ്മുടെ കരം കൊണ്ട് നേടിയെടുക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കേണ്ടത്, നമ്മുടെ ഇടിവ് നിൽക്കുന്നതുകൊണ്ട് നേടിയെടുക്കേണ്ടത്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ഇടിവ് നിൽക്കുമ്പോൾ ചിലത് ദേശങ്ങളെ, ചില വ്യക്തികളെ നേടിയെടുക്കാൻ കഴിയും. ദൈവസന്നിധി നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വചനം കേട്ട് തിരിച്ചു പോകാനല്ല. കേൾക്കുന്ന വചനം, ഇന്നലെ കേട്ട വാഗ്ദത്തം, അത് പോരാടി പ്രാപിച്ചെടുക്കുന്ന അഭിഷക്തമാരായി ഈ ഗ്രൂപ്പിലെ ഓരോരുത്തരും മാറാൻ സ്വർഗം ഇടയാക്കട്ടെ. ഇവര് ചെയ്ത കാര്യം അവർക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. ഇന്നത്തെ നിയമം ഞങ്ങൾക്ക് അനുകൂലമെങ്കിലും അല്ലെങ്കിലും, ഇസ്രായേലും ഞങ്ങൾക്കത് അനുവാദം തരുന്നില്ലെങ്കിലും, ഇന്നലകളിൽ ഞങ്ങളുടെ ചെവിയിൽ മുഴങ്ങിയൊരു ദൈവശബ്ദമുണ്ട്, വാഗ്ദത്ത കനാന്. അത് എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് പ്രാപിക്കണം. ഇന്ന് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി, അത് ശരി തന്നെ. പക്ഷെ പ്രാപിക്കാൻ ഞങ്ങൾ ഒരുക്കമാ. ഇവര് ദൈവത്തിന്റെ സന്നിധി വന്ന് പറയുക, ഞങ്ങൾക്ക് അവകാശം വേണം. ദൈവത്തിന്റെ വചനം പറയുക, യെശയ്യാ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാ പറയുന്നത്,
ഇടയ്ക്ക് തെലുങ്ക് വാക്ക് ക്ഷമിക്കണേ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാ പറയുന്നത്. യെശയ്യാവ് 42:22 വാക്യം ഇങ്ങനെയാ പറയുന്നത്: എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. അയ്യോ, കവർച്ചയായി പോയ ചിലതിനെ കണ്ടിട്ട് മടക്കി തരാൻ പറയാൻ ഒരു അഭിഷേകം, ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ, സഹോദരി, അതാണ് നിന്റെ മേൽ ദൈവം തന്നേക്കുന്നത്. ഈ ദിവസങ്ങൾ അതിനെ തിരിച്ചു പിടിക്കാൻ, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുമ്പോ, തലമുറയ്ക്കെതിരെ വെല്ലുവിളിക്കുമ്പോ, ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുമ്പോ ആത്മാവിൽ തിരിച്ചു പിടിക്കാൻ, കവർച്ചയായി പോയത് പോട്ടെ എന്ന് വിചാരിക്കാനല്ല, ആത്മാവിൽ ഇടിവിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ എത്ര അഭിഷക്തമാർ എഴുന്നേൽക്കും. അങ്ങനെ തിരിച്ചു പിടിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ദൈവത്തിന് ഈ കാലഘട്ടങ്ങളിൽ വേണ്ടത്. അവർ രണ്ടാമത് ചെയ്തത് എന്താണെന്നറിയാവോ? അവർ അവകാശത്തിനായി പോരാടി. അവകാശം നമുക്ക് ലഭിച്ചെങ്കിൽ തൃപ്തരായിരിക്കാനല്ല, അത് പോരാടി പ്രാപിക്കണം. ഈ ജഡത്തില് നമുക്ക് അനുദിനവും പോരാട്ടമുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളമല്ല, ഇത് പോരാട്ടം നിറഞ്ഞ ഒരു പോരാട്ടം, ഒരു പോർവിളി നടക്കുന്ന ഒരു സ്ഥലമാ. ഇതൊരു യുദ്ധക്കളമാ. ഇവിടെ നമുക്ക് കെയർലെസ് ആയി നിൽക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് നമുക്ക് കെയർലെസ് ആയി, നമുക്ക് ജാഗ്രതയില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. ദൈവ സന്നിധിയില് നമ്മൾ ആത്മാവിന്റെ അഭിഷേകത്തോടെ ഓരോ ദിവസവും നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പോരിന്റെ ആയുധങ്ങളെ പറ്റി ദൈവത്തിന്റെ വചനം പറയുകയാണ്. നമ്മുടെ പോരിന്റെ ആയുധം ജഡികമല്ല, കോട്ടകളെ ഇടിപ്പാൻ കഴിയുന്ന ദൈവശക്തിയിൽ ശക്തിയുള്ളതാ. ദൈവ സന്നിധിയിൽ ശക്തിയുള്ള ആ ആത്മാവിനെ പ്രാപിച്ചു വേണം നമുക്ക് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കാൻ. സ്വന്തം കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഇന്നലത്തെ അനുഭവം കൊണ്ടൊന്നും പ്രാപിച്ചെടുക്കാൻ പറ്റില്ലെന്നേ. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് പിശാച് പുതിയ തന്ത്രങ്ങളുമായി വരുമ്പോൾ ആത്മാവിൽ അതിനെ കണ്ട് അതിനെ ജയിക്കാനുള്ള കൃപ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഇവിടെ ഈ സഹോദരിമാർ വന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ അപ്പം മരിച്ചുപോയി, ശരിയാ, പക്ഷെ അവർക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞങ്ങളുടെ അപ്പം മരിച്ചത് മത്സരത്തിലല്ല. ആരെ പറ്റി അവിടെ പറയുന്നറിയോ? കോരഹിന്റെ മത്സരത്തിൽ മരിച്ച ഒരു കൂട്ടം ജനത്തെ പറ്റിയാ പറയുന്നത്. കോരഹിന്റെ മത്സരത്തില് കോരഹ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവന് മോശയ്ക്കെതിരെ മത്സരിച്ചപ്പം ദൈവത്തിന്റെ വചനം പറയാ, ഭൂമി വാ പിഴന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെ മോശയുടെ ന്യായപ്രമാണം കേട്ട് അനുസരിക്കാതെ നിന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ദൈവത്തിന്റെ വചനം പറയുക, ദൈവം അവരെ മത്സരം കണ്ട് അവരെ മരുഭൂമിയിൽ പട്ടുപോകാൻ ഇടയായി എന്നാ പറയുന്നത്. എന്നാൽ ഇവിടെ രണ്ടുമൂന്ന് സഹോദരിമാര് വന്നറിയാ, ഞങ്ങളുടെ അപ്പൻ ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഞങ്ങൾക്കത് സാക്ഷ്യം പറയാൻ പറ്റും. എത്ര പേർക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റും? സഭകളിൽ മത്സരം നടക്കുമ്പം, സഭകൾ ഭിന്നതകൾ നടക്കുമ്പോൾ, വിഭാഗീയതകൾ നടക്കുമ്പം, ഗ്രൂപ്പിസം നടക്കുമ്പം, ഈ പെന്തിക്കോസിന്റെ വാഗ്ദത്തം പേറുന്ന ദൈവജനമേ, ആ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, മനുഷ്യരുടെ മത്സരത്തില് ദുരുപദേശത്തില് കുടുങ്ങിപ്പോകരുത്. അറിയാതെ പോലും ഒരു അഭിഷക്തനെതിരെ കൈ ഉയർത്താൻ നിൽക്കരുതെന്നേ. വേണ്ടാതെ ശാപം തലമുറയിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. ഈ മക്കള് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ, ഞങ്ങളുടെ കപ്പൻ ഇന്നലെ ഒരു അഭിഷക്തിന് നേരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ശാപം വരാൻ വേണ്ടാത്തൊരു മത്സരത്തിൽ എന്റെ അപ്പൻ ഇടപെട്ടിട്ടില്ല. നമ്മളെ പറ്റി നമ്മുടെ തലമുറയ്ക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? സഭകൾ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വാ കൊണ്ട്, നമ്മുടെ ലൂസ് ടങ്ക് കൊണ്ട് സംഭവിച്ചതാണോ? നമ്മൾ പറഞ്ഞ കുശുകുശിപ്പ് കൊണ്ടും നമ്മൾ കാണിച്ച മത്സരം കൊണ്ടും നമ്മുടെ ദേഷ്യം കൊണ്ടും സഭയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളും നമ്മുടെ തലമുറയും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. സീരിയസ് ആയി വിഷയത്തെ കാണണം. നമ്മൾ കാരണം ഒരു ദൈവസഭ നശിക്കാൻ, നമ്മൾ കാരണം ഒരു കുടുംബം നശിക്കാൻ, നമ്മൾ കാരണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശയ്ക്ക് ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ ഇടയാകരുത്. ഇവർക്കൊരു ധൈര്യം, എന്റെ അപ്പൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ അപ്പൻ മരിച്ചു എന്നത് ശരിയാ. അവിടെ മക്കള് പറയാ, അവര് സ്വന്തം പാപത്തിലാ എന്റെ അപ്പം മരിച്ചത്. സ്വന്തം പാപം എന്തായിരുന്നു ഇസ്രായേൽ മക്കൾ ചെയ്തത്? അവരെ സ്വന്തം പാപം എന്തെന്ന് വെച്ചാല് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിലേക്ക് വരുമ്പം പറയുക, ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പരാജയം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ഇത് പ്രാപിക്കാൻ പറ്റുമോ? നാളുകൾ ദീർഘമായപ്പം ഇതിനി നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? ഇനി എത്ര കാലം നടക്കണം? എപ്പോഴാണ് കനാൻ ദേശം കാണാൻ പറ്റുക? എനിക്ക് നടക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ചിലതിനെ കെട്ടിയിട്ട് നന്മ പ്രാപിക്കാൻ കഴിയാതെ പോയ ഒരു അപ്പന്റെ മക്കൾ വന്ന് പറയുക, എന്റെ അപ്പൻ അത് പ്രാപിച്ചില്ല, പക്ഷെ ഞങ്ങൾക്കത് പ്രാപിക്കണം. ഇന്നലകൾ പലരും അത് പ്രാപിച്ചില്ല. വാഗ്ദത്തം പലരും അതിന്റെ സീരിയസ്നെസ്സോടെ കാണാഞ്ഞത് കൊണ്ട് ഇന്നലകൾ പലരും പ്രാപിച്ചില്ല. പക്ഷെ ഞങ്ങൾ മക്കൾ ഐക്യതയോടെ വരികയാ, ഞങ്ങൾക്കത് പ്രാപിക്കണം. ഇന്നലകൾ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം, അപ്പന് സാഹചര്യം ഉണ്ടായിട്ടും നിയമം അവന് അനുകൂലമായിട്ടും അവൻ പ്രാപിക്കാതെ നഷ്ടമാക്കിയ ചിലത് ഇന്ന്
നിയമം എതിരാണെങ്കിലോ ഞങ്ങൾ പ്രാപിച്ചെടുക്കുമെന്ന് പറയുന്നത് അഭിഷേകത്തിന്റെ ശക്തി. ശൗലിന് രാജകീയ പദവി ഉണ്ടായിരുന്നു, പട്ടാളം ഉണ്ടായിരുന്നു, പടച്ചട്ടയുണ്ടായിരുന്നു. അവന് പ്രാപിക്കാൻ കഴിയാത്തത്, പരിശീലനമില്ലാത്ത, പടച്ചട്ടയില്ലാത്ത, അഭിഷേകം പ്രാപിച്ച ഒരു ദാവീദ് പറയാ, ഞാനത് പ്രാപിച്ചെടുക്കും, ഞാൻ ജയിക്കും. ജയിക്കാൻ എന്താ വേണ്ടത്? ഈ കോട്ടകളെ ഇടിക്കാൻ കഴിയുന്ന ദൈവശക്തി നമ്മൾ പ്രാപിച്ചെടുക്കണം. വേറെ ഒരു ക്വാളിഫിക്കേഷനും ദൈവം പറയുന്നില്ലെന്നേ. എടുത്തു പറയാൻ അങ്ങനെ പ്രത്യേക ഗുണമോ താലന്തോ പഠിത്തമോ ഒന്നും ഇല്ലെങ്കിലോ ആത്മാവിന്റെ ഒരുക്കത്തിൽ ഒന്ന് എഴുന്നേക്കാൻ സഹോദരി നാം തയ്യാറാകുമോ? ഈ തലമുറയിൽ മറ്റു പലർക്ക് നേടാൻ കഴിയാത്തത്, അയ്യോ അനേകർക്ക് നേടാൻ കഴിയാത്തത് നമുക്ക് ഈ തലമുറയിൽ നേടിയെടുക്കാൻ കഴിയും. നിയമം വേണ്ടെന്നേ, ആരും സപ്പോർട്ട് വേണ്ടെന്നേ, ആരും കൂടെ നിൽക്കാൻ ഇല്ലെന്നേ, ഒറ്റയ്ക്കായിക്കൊള്ളട്ടെ. നീ വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? അസാധ്യമെന്ന് ലോകം പറയുന്നതിനെ ഈ തലമുറയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എത്ര പേര് അതിനു വേണ്ടി ഒരുക്കപ്പെടും? എത്ര പേര് പ്രാപിക്കും? അവർക്കാർക്കും നേടിയില്ലെങ്കിലോ ഞാനത് നേടിയെടുക്കും. ഇന്നലകൾ പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഈ തലമുറയിൽ ഞാൻ ചെയ്യും, ഞാൻ എഴുന്നേക്കും. സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി വചനം പറയാ, അവള് പറയാ അവള് നന്നാരാവിലെ എഴുന്നേക്കും. അവളൊരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചിട്ട് അവള് പറയും, ഞാൻ ഇതിനെ കൈക്കലാക്കും. ചിലരെ വ്യക്തികളെ കണ്ടിട്ട്, ചില കുടുംബങ്ങളെ കണ്ടിട്ട്, നമ്മുടെ തലമുറയെ കണ്ടിട്ട് ശത്രു വെല്ലുവിളിക്കുമ്പം ധൈര്യത്തോടെ എഴുന്നേറ്റ് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. എല്ലാം പ്രതികൂലമാണെങ്കിൽ ഞാൻ അതിനെ കൈവശമാക്കും. ദൈവത്തിന്റെ വചനം പറയാ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. എന്റെ ആത്മാവിനാൽ ആർക്കും ചെയ്യാത്ത ചിലത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന വചനം പറയുന്നത്. എഴുന്നേക്കാൻ തയ്യാറാകുമോ? നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്കൊന്ന് അവന്റെ സന്നിധി ചെല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇവരെവിടെയാ ചെന്നറിയോ? 27 രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവര് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ചെയ്തു. ആർക്കും ചെല്ലാൻ പറ്റാത്തടത്ത്, സ്ത്രീക്ക് ചെല്ലാന് യഹൂദൻ സമ്മതിക്കാത്തൊരിടത്ത് ഇവര് പറയാ, സമാഗമന കൂടാരത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് വരാൻ അർഹതയില്ല, പക്ഷെ അതിന്റെ വാതിക്കൽ ഞങ്ങൾ വരും. ഞങ്ങൾ ദൈവത്തോട് ഞങ്ങളുടെ കാര്യം പറയും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടും ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനോടും ഇത് പറഞ്ഞിരുന്നെങ്കിൽ, അല്ല മരുഭൂമി യാത്രയിൽ മുഴുവന് ഇതിനെപ്പറ്റി കംപ്ലൈന്റും പിറുപിറുപ്പുമായി നടക്കുന്ന ഒരു ജനത്തിന്റെ കൂടെ ഇവര് പോയി ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, മോശയാക്കി വെച്ച മൂപ്പന്മാരുടെ അടുത്ത് കാര്യം പോയി പറഞ്ഞിരുന്നെങ്കിൽ, അവര് പറഞ്ഞേനെ ഇത് ഒരിക്കലും സാധിക്കില്ല മക്കളെ, ആ സ്വപ്നം അങ്ങ് മാറ്റി വെച്ചേക്ക്. അവരുടെ വിശ്വാസവും അവരുടെ വാഗ്ദത്തവും അവിടെ ഡക്കൗട്ട് ആയി പോയേനെ. അയ്യോ, അവിടെ പ്രാരംഭത്തിലെ അവര് നുള്ളിക്കളഞ്ഞു പോയേനെ. നമ്മൾ ആരോടാ നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യേണ്ടത്? ചില അവിശ്വാസികളുടെ അടുത്ത് അയ്യോ വേണ്ടാത്തടത്ത് പോയി പറഞ്ഞാല് അവര് നിന്റെ വിശ്വാസത്തിന്റെ മേലെ അത് ഊതിക്കെടുത്തി കളയോ. എന്നാൽ അഭിഷക്തരുടെ അടുത്തത് പറ, വിശ്വാസത്തോടെ നീ പറ. ഇവര് പറയ, അവര് സമാഗമന കൂടാരത്തിന്റെ അടുത്ത് ചെന്നു. ആരുടെ അടുത്ത് പറയണമെന്ന് അവർക്ക് വ്യക്തമായി അറിയായിരുന്നു, എപ്പം പറയണമെന്ന് അവർക്ക് വ്യക്തമായി അറിയായിരുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് 4:15-16 വാക്യത്തിൽ പറയാ, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. സഹോദരി, നിന്റെ റിജക്ഷൻ ദൈവത്തിനറിയാം, നിന്റെ ഒറ്റപ്പെടൽ ദൈവത്തിനറിയാം, ആരും അംഗീകരിക്കാത്ത ദൈവത്തിനറിയാം, നിയമം അനുകൂലമല്ലാത്തത് ദൈവത്തിനറിയാം, നിന്റെ കുടുംബത്തിന് നീ അനുഭവിക്കുന്ന വേദന ദൈവത്തിനറിയാം. കർത്താവ് പറയാ, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവന്. എന്നിട്ട് അവിടെ വചനം പറയാ, അതുകൊണ്ട് കരുണ ലഭിപ്പാന് തക്ക സമയത്ത് വിടുതൽ പ്രാപിപ്പാൻ. അതിൽ തെലുങ്കിൽ ഇങ്ങനെയാ പറയുന്നത്, സമയോചിതమైన സഹായം എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പം കറക്റ്റ് സഹായം. ഞാൻ ആ വെന്റിലേറ്ററിൽ കിടക്കുമ്പം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്, ആക്സിഡന്റുമായി ശത്രു വരുമ്പോൾ തക്ക സമയത്ത് അവന്റെ ചിറകിൽ എന്നെ കാക്കുന്ന ഒരു സഹായം. ആ സഹായമാണ് നമുക്ക് വേണ്ടത്. ആ സഹായം ആ റൈറ്റ് ടൈമില് അവൻ താമസിക്കില്ല, അവൻ നേർത്തിയാകത്തില്ല. തക്ക സമയത്ത്, അയ്യോ ചെങ്കടൽ നിനക്ക് മുമ്പിൽ നിൽക്കുമ്പോ, ഫറവാൻ ഓടി വരുമ്പോ തക്ക സമയത്ത് ഒരു വഴി തുറക്കപ്പെടാന് ദൈവം പറയാ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി എപ്പം പ്രവർത്തിക്കണം. നമ്മൾ ആലോചിക്കുന്ന പോലെയല്ല കർത്താവ് ചെയ്യുന്നത്. തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. 3 ബാലന്മാരെ തീയിലിട്ടപ്പം അവര് പ്രാർത്ഥിച്ചു കാണും, കർത്താവെ തീയിന്ന് ഞങ്ങളെ വിടുവിക്കണേ, എങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അവരെ കൂട്ടുകാര് പ്രാർത്ഥിച്ചു കാണാം, തീയിന്നൊന്ന് വിടുവിച്ചാൽ കൊള്ളായിരുന്നു. കർത്താവ് തീയിന്ന് വിടുവിച്ചില്ലെന്ന് മാത്രമല്ല, അതിന്റെ ശക്തി 7 മടങ്ങ് വർദ്ധിച്ചപ്പം ഇവര് ചിന്തിച്ചു കാണോ, അയ്യോ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എങ്കിലും ദൈവത്തെ ഞങ്ങൾ തള്ളി പറയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയായില്ല, തീയിട്ടപ്പം ദൈവം തീയുടെ ബലത്തെ കെടുത്തി കളഞ്ഞു. തക്ക സമയത്ത് അവൻ 4-മനായി ഇറങ്ങി വന്നു.
നീ പ്രതിസന്ധി വീഴത്തില്ലെന്ന് ദൈവവചനം പറയുന്നില്ല. നീ ഒരു കട്ടത്തിലാകില്ലെന്ന് ദൈവവചനം പറയുന്നില്ല. നിനക്കൊരു രോഗം വരില്ലെന്ന് ദൈവവചനം പറയുന്നില്ല. പക്ഷെ വചനം പറയുക, അവൻ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. അവന്റെ പദ്ധതികൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. സിംഹത്തിന്റെ ഗുഹയെ വീടില്ലെന്ന് വചനം പറയുന്നില്ല. പക്ഷെ സിംഹത്തിന്റെ വായെ ദൈവം ക്ലിപ്പിട്ട് കളഞ്ഞു, അടച്ചു കളഞ്ഞു. ഞാൻ വിചാരിക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാതെ സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു കളഞ്ഞു. നിനക്കെതിരെ ഒരാൾ വിരൽ ചൂണ്ടിയാൽ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാ തോടുന്നത്. അവന്റെ വായെ അടയ്ക്കാൻ, അവന്റെ വായെ പൂട്ടാന് ദൈവത്തിന് കഴിയും. ചിലരുടെ വാക്കുകൾ കൊണ്ട്, ചിലരുടെ പ്രവൃത്തി കൊണ്ട് നീ വേദനിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ? അവരുടെ വായെ അടയ്ക്കാൻ സ്വർഗം വിശ്വസ്തന്. ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇവർക്കറിയായിരുന്നു മനുഷ്യരോട് പറഞ്ഞാല് ഒരിക്കലും നടക്കില്ല, അപ്പുറത്തെ ഇപ്പുറത്തെ ആന്റിമാരോട് പറഞ്ഞ കാര്യം നടക്കില്ല. അതുകൊണ്ട് അവർ ഓടിച്ചെന്നു കൃപാസനത്തിനടുത്തേക്ക്. ഇന്ന് നമ്മുടെ ഭാരമായി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കൃപാസനത്തിനടുത്തേക്കൊന്ന് ഓടിച്ചെല്ലാൻ, അവന്റെ സന്നിധിയിലൊന്ന് മുട്ടുകുത്താൻ നമുക്ക് കഴിയാൻ പറ്റുമോ? എഫേസ്യ ലേഖനം 3:12 വാക്യം പറയാ, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. എങ്ങോട്ടാ പ്രവേശനം? ഈ ദൈവത്തിന്റെ അടുത്തേക്ക്. പുതിയ നിയമ വിശ്വാസിയെ നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് അടുത്ത് ചെല്ലാൻ ദൈവം ഒരുക്കം തന്നിട്ടുണ്ട്. നമുക്കതിന് അർഹത തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഭാരവുമായി ഓടിച്ചെല്ലുന്ന സ്ഥലം എവിടെയാ? ആ കൃപാസനത്തിനടുത്തേക്ക് ചെന്ന് അപ്പാന്ന് വിളിക്കാൻ കഴിഞ്ഞാല് നിന്റെ പ്രതിസന്ധിയില് ഇറങ്ങി വരാൻ കർത്താവ് വിശ്വസ്തന. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. വാഗ്ദത്തം ചെയ്തത് നമ്മൾ പ്രാപിപ്പാൻ തരാൻ ദൈവം വിശ്വസ്തനാ. സലോഫഹാദിന്റെ മക്കൾക്കൊരു ധൈര്യം. എന്തൊക്കെ വന്നാലും, മരുഭൂമി ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയെന്ന് വെച്ചാല്, ഞങ്ങൾക്കിനി നിയമപ്രകാരം വാഗ്ദത്തം ലഭിക്കില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലോ, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഞങ്ങൾ ഈ സമാഗമന കൂടാരത്തിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ വിടുതൽ തന്നെയാ. എത്ര പേർക്ക് ധൈര്യമുണ്ട്? നീ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ചിട്ടുണ്ടോ? അത് വിടുതൽ തന്നെയാ. നിശ്ചയമായും അവൻ അങ്ങനെ തന്നെ ചെയ്യാൻ വിശ്വസ്തൻ. ഏതെങ്കിലും ഒരു ഭാരത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഇന്ന് ദൈവം ആ വിടുതൽ തരാൻ വിശ്വസ്തൻ. സഭയ്ക്ക് വേണ്ടിയോ, കുടുംബത്തിന് വേണ്ടിയോ, തലമുറയ്ക്ക് വേണ്ടിയോ, ദേശത്തിന് വേണ്ടിയോ, നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയോ, നിന്റെ ജോലിക്ക് വേണ്ടിയോ നീ ദൈവസന്നിധി നിലവിളിക്കുന്ന വ്യക്തിയാണോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്നലകൾ അപ്പൻ പ്രാപിച്ചില്ലായിരിക്കാം. ഇന്നലകൾ ഞങ്ങളുടെ സഭയിലെ പലരും അത് പ്രാപിച്ചില്ലായിരിക്കാം. ഇന്നലെ ഈ വാഗ്ദത്തം കേട്ട പലർക്കും അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. ഈ ഗ്രൂപ്പിലുള്ള പല സ്ത്രീകൾക്കും എഴുന്നേറ്റ് അഭിഷേകത്തോടെ നിൽക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കുമെന്ന്. സഹോദരി, നീ തീരുമാനിക്കുമെങ്കിൽ നിനക്കു വേണ്ടി ദൈവം ചിലത് ചെയ്യും. എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നവനല്ല. വാഗ്ദത്തത്തിനെ കണ്ട് പ്രതികരിക്കുന്നവർക്ക് വേണ്ടി, പ്രാപിക്കാത്ത അനേകരെ കണ്ട് നിരുത്സാഹപ്പെടുന്നവർക്ക് വേണ്ടിയല്ല, പ്രാപിച്ച ചിലതിനെ കണ്ട് എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. അങ്ങനെ എഴുന്നേൽക്കാൻ നമുക്ക് തയ്യാറാകുമോ? ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നമ്മുടെ മനസ്സ് പറയുന്നത് പോലെ നമ്മൾ നടക്കരുതെന്ന്. അത് എനിക്ക് കറക്റ്റ് മലയാളത്തിലെ വാക്യം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ തെലുങ്കിന് ഇങ്ങനെ പറയാം, മനസ്സു ചെപ്പിനട്ടു മനം വെല്ലക്കൂടതു. എന്റെ മനസ്സ് പറയുന്ന പോലെ ഞാൻ പോകരുതെന്ന്. മനസ്സ് പറയും നീ അത് പ്രാപിക്കില്ലെന്ന്. മനസ്സ് പറയും നീ കീഴടക്കാൻ പറ്റില്ലെന്ന്. മനസ്സ് പറയും നിനക്കത് പ്രാപിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ കർത്താവ് പറയാ നിനക്കത് പ്രാപിക്കാൻ പറ്റും. നീ ആരില്ല വിശ്വസിക്കുന്നത്? മനസ്സ് പറയുന്ന പോലെയോ, കർത്താവ് പറയുന്ന പോലെയോ, വാഗ്ദത്തം പറയുന്നത് പോലെയോ? അങ്ങനെയാണെങ്കിൽ അത് പ്രാപിക്കും നിശ്ചയം. ദൈവത്തിന്റെ വചനം പറയാ നീ അത് പ്രാപിക്കും നിശ്ചയം. ഇവരെ പറ്റി ദൈവത്തിന്റെ വചനം പറയാ, ഇവര് കൂടാരത്തിന്റെ അടുത്ത് ചെന്നപ്പം മോശ ഇതെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനൊരു കാര്യം വന്നപ്പം മോശ ദൈവസന്നിധി വെച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവര് ദൈവസന്നിധി ചെന്നത്, മോശയുടെ അടുത്ത് ചെന്നത് തക്ക സമയത്ത് കൃപ പ്രാപിപ്പാനാ നമ്മൾ ചെല്ലേണ്ടത്. അവർക്ക് ടൈം തെറ്റിയില്ല. മരുഭൂമിയിൽ എത്രയോ കാലം നടന്നു. അവർ ഇന്നലെയല്ല ചെന്നത്, നാളെയല്ല ചെല്ലുന്നത്. കാരണം 27-ന്റെ 12-ാമത്തെ വാക്യം പറയാ, ഈ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് മോശ നേരെ മലമുകളിലോട്ട് കയറുക, ജനത്തോട് സംസാരിക്കുക. അത് കഴിഞ്ഞ് അവൻ പിതാക്കന്മാരോട് കൂടെ ചേരുക. ഇന്നലെ നിയമം എഴുതിയത് മോശയാ. മോശ മരിക്കുന്നതിന് മുമ്പ് നിയമം മാറ്റി എഴുതിയില്ലെങ്കിൽ ജീവിതകാലത്ത് മോശയുടെ നിയമം മാറ്റാൻ പറ്റില്ല, കാരണം അത് ദൈവം കൊടുത്തതാ. പക്ഷെ ഈ സഹോദരിമാർക്ക് തെറ്റ് പറ്റിയില്ല. അവര് നേരത്തെയല്ല ചെന്നത്, വൈകിയുമല്ല. ദൈവത്തിന്റെ സമയം ആത്മകണ്ണാൽ കാണണം. ചില വീടുകൾക്ക് കറക്റ്റായ സമയത്ത് ചെല്ലാൻ നമുക്ക് കഴിഞ്ഞാൽ ചില ദൈവിക പ്രവർത്തികൾ നടക്കാനിടയാകും. ഞാൻ മിനിഞ്ഞാന്ന് നടന്ന ഒരു ഉദാഹരണം പറയാം. മിനിഞ്ഞാന്ന് സൺഡേ സർവീസിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ഇങ്ങനെ സ്റ്റേജിൽ അഷേഴ്സും വർഷിപ്പ് ലീഡേഴ്സും എല്ലാം വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ചിന്ത, ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരിയെ പെട്ടെന്ന് വിളിക്കണം. അവളിപ്പോ ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്ന, അവിടെ മക്കളൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു അവളെ പെട്ടെന്ന് വിളിക്കണം. 8 o'clock ഞങ്ങളുടെ ആരാധന തുടങ്ങണം. 7:50 ആയി. സ്റ്റേജിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ കുറെ പേര് വന്ന് മുട്ടലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നുക,
അവളെ വിളിക്കണം. തെലുങ്ക് ആരാധനയാണ് രാവിലെ 8 മണിക്ക് നടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ സഹോദരി വിളിച്ചു. ഞാൻ ചോദിച്ചു, നീ എവിടെയാ, നീ എന്താ ആരാധനയ്ക്ക് വരാത്തെ? അപ്പോൾ ഞാനിതാ വരുന്നു. തെലുങ്കിൽ ഇങ്ങനെ പറയാം, അമ്മ എന്ന് വിളിക്കുക, അമ്മ ഞാനിതാ വരുന്നു, പെട്ടെന്ന് വരുന്നു എന്ന്. അവള് തന്നെ വല്ല പതറിപ്പോയി സംസാരിക്കുന്ന പോലെ. ഞാൻ വിചാരിച്ചു ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് തന്നെ അറിയില്ല ഇവളെ എന്തിനാ വിളിച്ചത്. കാരണം 8 മണിക്ക് ആരാധനയ്ക്ക് എല്ലാവരും വന്നാൽ മതി. 7:50 ഞാൻ എന്തിനാ ഇവളെ വിളിക്കണം? അവള് ചർച്ചിന് കുറച്ച് അടുത്ത് തന്നെ, 5 മിനിറ്റോട് ഇവക്ക് വരാനും പറ്റും. ഞാൻ എന്തിനാ വിളിക്കുന്നത് എനിക്ക് അറിയില്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അവളെ വിളിക്കാൻ. പെട്ടെന്ന് ഞാൻ അവളെ വിളിച്ചു. അവളെ വിളിച്ചിട്ട് നീ എവിടെ എത്തി, എന്താ വരാൻ ഞാൻ ചോദിച്ചപ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. അവളന്ന് ആരാധനയ്ക്ക് വന്നു, കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്ന കണ്ടു. ആരാധന കഴിഞ്ഞു, അവള് വല്ലാതെ കരഞ്ഞിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി അന്ന് വൈകുന്നേരം അവളെ വീട്ടിൽ പോകണം. അവളെ വീട്ടിൽ പോയി ഞാൻ ചോദിച്ചപ്പം അവൾ എന്നോട് പറയാ, അമ്മ നീ അന്നേരം എന്നെ വിളിച്ചില്ലായിരുന്നെങ്കില് ഞാൻ ആത്മഹത്യ ചെയ്യാന് ഫാനിൽ കുരുക്കിട്ട് ഞാൻ കഴുത്തിടുന്ന സമയത്താ നിന്റെ കോള് വന്നത്. ഞാൻ പെട്ടെന്ന് പാസ്റ്റർമാന്ന് കണ്ടോണ്ട് ഞാൻ ആ കുരുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ആ കോൾ എടുത്തത് കൊണ്ടാ ഞാൻ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്യാതിരുന്നത്. പെട്ടെന്ന് എന്റെ മക്കൾ എന്നോട് എതിരായിട്ട് സംസാരിച്ച് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 2 ദിവസമായിട്ട് അവർ തിരിച്ചു വന്നില്ല. ഞാൻ എന്ത് ചെയ്യാന്നറിയാതെ പെട്ടെന്ന് നിരാശ എന്നെ മൂടി. വചനം ഞാൻ മറന്നുപോയി. ഞാൻ മരിച്ചു കളയാന്ന് ചിന്തിച്ച് ഞാൻ അങ്ങനെ ചെയ്തപ്പോഴാ പാസ്റ്ററമ്മ എന്നെ വിളിച്ചതെന്ന്. എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ആ സമയത്ത് ഞാൻ ആ സഹോദരിയെ വിളിക്കേണ്ട ഒരു കാര്യം തന്നെയില്ല. പെട്ടെന്ന് ഞാൻ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അവളെ വിളിക്കാൻ എനിക്ക് തോന്നിയത് ദൈവാത്മാവ് തോന്നിപ്പിച്ചതാ. ദൈവമക്കളെ, ദൈവത്തിന് സമയം തെറ്റത്തില്ല. അവൾ ഇന്നലെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആരും ചിന്തിക്കില്ല ഇവള് സഭയിലോട്ട് വരാൻ തുടങ്ങിയുള്ളൂന്ന്. ദൈവസഭ ചെതറപ്പെട്ടു പോയേനെ. ആ ദേശത്ത് ദൈവസഭ നിന്ദിക്കപ്പെട്ടു പോയേനെ. അവളുടെ നിരാശ, പിശാച് അവൾ കൊണ്ടിട്ട നിരാശയും അവൾ വചനത്തിൽ ഉറക്കാഞ്ഞത് കൊണ്ടും വന്നൊരു അബദ്ധമാണെന്ന് ലോകം തിരിച്ചറിയില്ലല്ലോ. പിശാച് ദേശത്ത് ദൈവസഭയെ നശിപ്പിച്ചു കളഞ്ഞേനെ. പക്ഷെ തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ തരുന്ന ദൈവം തക്ക സമയത്ത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി അവളെ വിളിക്കാൻ. ഞാൻ ഇത്രയും കാലം ഒരു സൺഡേ ദിവസം രാവിലെ അവളെ വിളിച്ചിട്ടില്ല. ഞാൻ വിശ്വാസികളെ ആരെയും സൺഡേ രാവിലെ വിളിക്കാറില്ല. പക്ഷെ അന്നേരം ദൈവം തോന്നിക്കുക അവളെ പെട്ടെന്ന് വിളിക്കണമെന്ന്. ദൈവമക്കളെ, ദൈവത്തിന് സമയം തെറ്റത്തില്ല. ദൈവാത്മാവ് നമ്മളോട് ചില കാര്യം പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കണം. ആ വചനം കേൾക്കുന്ന സമയത്ത് നമ്മൾ ആമേൻ പറയണം. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്വീകരിക്കണം. തക്ക സമയം അതാ. ആ സമയം തെറ്റിപ്പോയാൽ ഒരു പക്ഷെ അന്ന് നീ പ്രാപിക്കാനുള്ള വിടുതല് പിന്നെ ഒരിക്കലും പ്രാപിച്ചില്ലെന്ന് വരും. പിന്നെ നീ ഒരിക്കലും വന്നില്ലെന്ന് വരും. അതുകൊണ്ട് നമ്മൾ പ്രാപിക്കാനുള്ളത് ആ തക്ക സമയം തെറ്റിപ്പോകരുത്. ദൈവത്തിന് സമയം തെറ്റത്തില്ല. പക്ഷെ ദൈവാത്മാവ് നമ്മളോട് പറയുമ്പോൾ അത് കേൾക്കാൻ, പ്രതികരിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിക്കാൻ പറ്റുള്ളൂ. മരുഭൂമിയിൽ എത്രയോ കാലം നടന്ന ഈ സഹോദരിമാര് മോശയിലൂടെ എന്തൊക്കെ അത്ഭുതം കണ്ടിട്ടുണ്ട്. ഇവരുടെ അപ്പൻ ഇന്നലെ ആയിരിക്കില്ല മരിച്ചത്. മരിച്ചു കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞു കാണും, എത്രയോ മാസങ്ങൾ കഴിഞ്ഞു കാണും. പക്ഷെ അവർക്കറിയാം, ആത്മാവിലിരുന്ന് അവർക്കറിയാം എപ്പോഴാ മോശയുടെ അടുത്തേക്ക് പോകേണ്ടത്. മോശ നാളെ മരിക്കുമെന്ന് ഈ സഹോദരിമാർക്ക് അറിയില്ലെന്നേ. സാധാ സ്ത്രീകളാ, അവരോട് എങ്ങനെയാ ദൈവം ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ആത്മാവിൽ അവർക്കറിയായിരുന്നു ഇതാ റൈറ്റ് ടൈം. അഭിഷക്ത ദൈവദാസി റൈറ്റ് ടൈം ആത്മാവിൽ തിരിച്ചറിയുന്ന, ആത്മാവിലെ സെൻസേഷൻ ഉള്ള, ആത്മാവിലെ ചെവി കേൾക്കുന്ന അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഇതാണ് ശരിയായ സമയം. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയം, നിന്റെ കുടുംബത്തിന് വേണ്ടി ചുരത ചെയ്യുന്ന ഒരു സമയം. അത് ആത്മാവിൽ അങ്ങനെ ഏറ്റെടുത്ത് ഞാൻ ദൈവത്തിന്റെ കൃപാസനത്തിന് മുമ്പാകെ ഞാൻ ഇപ്പൊ ഇരിക്കുന്നതെന്ന് ധൈര്യത്തോടെ പറഞ്ഞ് നിങ്ങളുടെ കാര്യം ദൈവസന്നിധി പറയുമോ, ആത്മാവിൽ അത് ദൈവത്തോട് അറിയിക്കുമോ. ആര് നിയമം മാറ്റി എഴുതിയോ അവർക്ക് വേണ്ടി അവരുടെ ആയുസ്സിൽ തന്നെ ആ നിയമത്തെ മാറ്റി എഴുതി നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് അത് വ്യക്തമായി സംസാരിക്കുന്നു. നിനക്കെതിരെ ചില പേപ്പറുകൾ പോയിട്ടുണ്ടോ, നിനക്കെതിരെ ചില രേഖകൾ എഴുതപ്പെട്ടു പോയിട്ടുണ്ടോ, അതിനെ മാറ്റി എഴുതാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ലെങ്കിലോ നിനക്ക് വേണ്ടി അതിനെ മാറ്റി എഴുതിക്കാൻ, ചില തീരുമാനങ്ങളെ മാറ്റാൻ, ചില വ്യക്തികളെ മാറ്റാൻ ദൈവം സർവശക്തനാണ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. ആരാധന ദൈവം നിർണയിച്ചിരിക്കുന്നു. ആരാധന എതിരായി നിൽക്കാൻ കഴിയുന്നത് ആർക്കും അതിനെ എതിരായി നിൽക്കാൻ കഴിയത്തില്ല. ദൈവസന്നിധി നമുക്ക് എത്ര പേർക്ക് സമർപ്പിക്കാൻ പറ്റും? നമ്മുടെ വാക്യം, അടുത്ത വാക്യം ഇങ്ങനെ പറയാം, മോശ ഈ വിഷയം ദൈവസന്നിധി വെച്ചു. മോശയുടെ ഒരു ഗുണം സഹോദരിമാരായ നമ്മളെല്ലാം കേട്ടുപഠിക്കേണ്ടതാ. മോശ ഇത് കേട്ടോടനെ നടക്കത്തില്ല. കുറെ സഹോദരിമാർ വന്നിട്ടുണ്ട്, എനിക്ക് തിരക്കട്ട പണിയാ, എന്റെ കാലം തീർന്നു, ജനത്തോട് സംസാരിക്കാൻ എനിക്ക് ഒത്തിരി കാര്യമുണ്ട്, ഇതൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ദൈവസന്നിധി ചേരാൻ പോവുകയാണ്. മക്കളെ, നിങ്ങൾ വേഗം തിരിച്ചു പോയിക്കോ, നിയമം ഏതായാലും എഴുതിയ ഇനി മാറ്റി എഴുതാനൊന്നും എനിക്ക് സമയമില്ലെന്നല്ല മോശ പറഞ്ഞത്. നമ്മുടെ അടുത്ത് ഭാരവുമായി വേദനയുമായിട്ട് പലരും വരുമ്പോൾ നമ്മുടെ മാനുഷിക കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇവനൊന്നും രക്ഷിക്കപ്പെടില്ല, ഇവളൊന്നും നടക്കത്തില്ല, ഇവളൊക്കെ നമ്മൾ വില കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒരുത്തനെ പോലും തള്ളിക്കളയരുത്. ഓരോരുത്തർക്കും കൊടുക്കേണ്ട വില കൊടുക്കണം. ആത്മാക്കളുടെ വില സർവ്വലോകത്തെക്കാൾ വലുതാ. അവരുടെ കളർ കണ്ടോ, അവരുടെ വിദ്യാഭ്യാസം കണ്ടോ, അവരുടെ എന്തെങ്കിലും മഹിമ കണ്ടോ അല്ല അവരെ സ്വീകരിക്കേണ്ടത്. അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സുണ്ടോ, ആ മനസ്സ് ഒരു ലീഡർഷിപ്പിന് വേണ്ടത്. നമ്മളെ ഓരോരുത്തരെയും ഈ
തലമുറയിൽ കർത്താവ് ലീഡേഴ്സ് ആക്കി, കർത്താവിന്റെ ശിഷ്യരാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സ്ഥാനാധിപതികളായി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവന്റെ ആവശ്യം കർത്താവ് കാണുന്ന പോലെ കാണണം. കർത്താവ് ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സുണ്ടോ? തലമുറകളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ സഭയിൽ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ, നിരാശയിലായി പോയവരെ ചേർത്ത് പിടിക്കാൻ ആത്മാവിൽ ഒരു മനസ്സുണ്ടോ? അങ്ങനെയുള്ളവരോട് ദൈവം ചിലത് സംസാരിക്കുന്ന ദൈവ. മോശയുടെ ഗുണം കണ്ടോ? ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒരിക്കലും ഒരു മകനെ കല്ലെറിയണമെന്ന് പറഞ്ഞ് ജനം കൊണ്ടുവന്നപ്പോഴോ മറ്റു പല സന്ദർഭങ്ങളിലും മോശ ഒട്ടും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. മോശ അതൊക്കെ ദൈവസന്നിധി വെക്കായിരുന്നു. ഇന്നലെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ ഞാൻ ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, എനിക്കിത് അറിയാമെന്ന് പറഞ്ഞ ഒരു കാര്യത്തിലും ചാടിക്കേറി സഹോദരിമാരെ നമ്മൾ ചെയ്യരുത്. ഏതു കാര്യം വന്നാലോ നമുക്ക് ഓടിച്ചെല്ലാൻ ഒരാളുണ്ട്. അവന്റെ സന്നിധി വെച്ചിട്ട് അവനോട് ആലോചന ചോദിച്ചിട്ട് ഏത് വിഷയവും നമ്മൾ ചെയ്യാവേ. നമ്മുടെ അനുഭവത്തിന്റെ പേരിലോ, നമ്മുടെ എക്സ്പീരിയൻസിന്റെ പേരിലോ, നമ്മുടെ കഴിവിന്റെ പേരിലോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉണർന്നാൽ നാളെ അതിന്റെ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ കർത്താവിന്റെ ഹിതം കേട്ടിട്ടാണോ കാലുവെക്കുന്നത്? കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ബോധിച്ചതുപോലെ അല്ല ചെയ്യേണ്ടത്, കർത്താവിന്റെ ഇഷ്ടമാ, അതാ നമ്മളിൽ നടക്കേണ്ടത്. മോശയുടെ ഒരു ഗുണം, മോശ ഇത് ദൈവസന്നിധി വെച്ചു. മോശയോട് ദൈവം പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടോ. ആ 7ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നേ, യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. നോക്കിക്കേ, നിയമം അർഹമല്ലെന്ന് പറയുന്നിടത്ത്, ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്നിടത്ത്, ഇവിടെ സഹോദരിമാര് ദൈവസന്നിധി വന്നപ്പം ദൈവം അവരോട് പറയാ, നിന്റെ പ്രാർത്ഥന ശരി തന്നെ. ഇന്ന് നമ്മുടെ എത്ര പേരെ നോക്കി കർത്താവ് പറയും, ഈ കൈകൊട്ട് ശരി തന്നെ, ഈ ആരാധന ശരി തന്നെ, ഈ പ്രാർത്ഥന ശരി തന്നെ, ഈ വചനം പറയുന്നത് ശരി തന്നെ. നമുക്ക് നടിക്കാൻ കഴിയും, പക്ഷെ സർവശക്തന്റെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ കഴിയില്ലെന്ന്. അവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭകൾ പലതും അഭിനയങ്ങളായി മാറുന്ന കാലഘട്ടത്ത് എത്ര പേർക്ക് ദൈവസന്നിധി ചെല്ലുമ്പോ ദൈവം നമ്മളെ നോക്കി, അവളുടെ ജീവിതം ശരിയാ, അവളുടെ വാക്കുകൾ ശരിയാ, അവളുടെ സ്വഭാവം ശരിയാ, ഈ പ്രാർത്ഥന ശരിയാന്ന് കർത്താവ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റും. കർത്താവ് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിയപ്പം സ്വർഗത്തു നിന്നൊരു സൗണ്ട് ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു സാക്ഷ്യം നമ്മളെ പറ്റി ഉണ്ടാകുമോ? ഇന്ന് പകൽ നമ്മളെ എത്ര പേര് നോക്കി കർത്താവ് പറയും, ഇത് ശരിയാ, ഈ പ്രാർത്ഥന ശരിയാ, ഇവൾ എന്റെ സന്നിധി പൊഴിക്കുന്ന കണ്ണുനീര് ശരിയാ, ഇതിനെ ശരിയാന്ന് കർത്താവ് പറഞ്ഞാൽ നമുക്ക് ഉത്തരമായെന്നേ. നമ്മളെ നോക്കി കർത്താവ് അത് പറയുമോ? ആ ധൈര്യം നമ്മളിൽ ഉണ്ടോ? കർത്താവിന്റെ സന്നിധി നമ്മൾ ചെയ്യുന്നതൊക്കെ ശരി മാത്രമാകട്ടെ. നമ്മുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മളെ ഉയർത്താൻ, നമ്മളെ വലുതാക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കർത്താവ് പറയും, ഇത് ശരിയല്ല. ദൈവത്തിന്റെ വചനം പറയാം, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. ധർമ്മവിരുദ്ധമായത് എന്ത് ചെയ്താലും ദൈവം ഇടത്തും വലത്തും ആളുകളെ വേർതിരിക്കുമ്പം ചിലരെ നോക്കി പറയുക, അധർമ്മം പ്രവർത്തിക്കുന്ന. എന്താ അധർമ്മം? എന്റെ നാമമഹത്വത്തിനായി ചെയ്യേണ്ടതൊക്കെ നിന്റെ നാമമഹത്വത്തിനായി നീ ചെയ്തെങ്കിൽ അത് അധർമ്മമാ. ദൈവത്തിന്റെ വചനം പറയാ, വിട്ടുപോകാം. എന്നാൽ ഇവിടെ ദൈവം കുറച്ച് സഹോദരിമാരെ നോക്കി പറയുക, അവര് ധർമ്മമാ ചെയ്തത്. അവരെ പറ്റി പറയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയണം, നമ്മൾ ചെയ്തത് ശരിയാന്ന്. 27-ാമത്തിന്റെ 11-ാമത്തെ വാക്യം വരുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്, അവന് മക്കളില്ലാതിരുന്നാൽ. ഇവിടെ പറയാണ് 7-ാമത്തെ വാക്യം തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. അവരപ്പൻ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കണമെന്ന്, അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മക്കൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലാതിരുന്നാൽ, അങ്ങനെ അവകാശത്തിന്റെ മേല് ദൈവം വെച്ച ഒരു നിയമത്തെ ദൈവം മാറ്റിയിട്ട് ആ 11-ന്റെ അവസാന വാക്യം ഇങ്ങനെ പറയാ, അവൻ അത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അത് ന്യായപ്രമാണം അവർക്കായിരിക്കണം. ഇന്നലകൾ എഴുതപ്പെട്ട പർവ്വതത്തിൽ 40 ദിവസം പ്ലസ് 40 ദിവസം 80 ദിവസം ഇരുന്ന് പ്രാപിച്ച ചില ന്യായപ്രമാണത്തെ തിരുത്തി എഴുതാൻ സഹോദരിമാരെ ഐക്യതയോടുകൂടെ 5 പേര് ചെന്ന് സമാഗമന കൂടാരത്തിന് മുമ്പ് ചെന്നപ്പോ അതുവരെ ഇസ്രായേലില്ലാത്ത ഒരു നിയമം സ്ഥാപിക്കപ്പെട്ടു. അവിടെ പറയാണ്, ഈ സഹോദരിമാര് വന്നത് ശരിയാ, ഇവരുടെ പ്രാർത്ഥന ശരിയാ, ഇവർക്ക് വേണ്ടി ചില പുതിയ നിയമങ്ങൾ മാത്രമല്ല, ഇസ്രായേൽ ഇതുവരെ കാണാത്ത ചില നിയമം. ഇനി വരുന്ന സ്ത്രീകളും ഇനി വരുന്ന പെൺകുട്ടികളും, സഹോദരന്മാരില്ലാത്ത പെൺകുട്ടികളും അപ്പനില്ലാത്ത പെൺകുട്ടികളും ഈ അവകാശം പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് ഈ അവകാശത്തെ മാറ്റി എഴുതി ഒരു ന്യായപ്രമാണമാക്കി വെക്കണമെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്. ചിലര് ദൈവസന്നിധി എഴുന്നേറ്റപ്പം നിയമത്തെ മാറ്റി എഴുതി ആ സഹോദരിമാർക്ക് വെച്ചേച്ചു പോകാൻ ഒരു ലെഗസി ചരിത്രം സൃഷ്ടിച്ചവര്.
വരുന്ന എല്ലാ സഹോദരിമാരും പറയും, ഞങ്ങൾക്ക് ഈ അവകാശം പ്രാപിക്കാൻ പറ്റില്ലായിരുന്നു, പക്ഷെ ഇന്നലെ ധൈര്യത്തോടെ ചിലർ ആ സമാഗമന കൂടാരത്തിന് മുമ്പ് ചെന്നതാ. അയ്യോ, നാളെ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് പറയണം, ഞങ്ങൾക്ക് ഇതൊന്നും പ്രാപിക്കാൻ ഒരു അർഹതയില്ലായിരുന്നു, എന്റെ അമ്മ ധൈര്യത്തോടെ സാഹചര്യങ്ങൾക്കപ്പുറം കണ്ണീരൊഴുക്കിയതാ, ഇന്ന് ഞാൻ ഈ നന്മ പ്രാപിക്കാൻ ഇടയായത്. നമ്മുടെ തലമുറ എഴുന്നേറ്റ് പറയണം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ശാപം മാറ്റിയത് എന്റെ അമ്മ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റത് കൊണ്ടാ, എന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറ്റിയത് എന്റെ അമ്മ ദൈവസന്നെ ഇടുവി നിന്നത് കൊണ്ടാ, എന്റെ അമ്മ ശരിയായിരുന്നു, എന്റെ അമ്മയായിരുന്നു ശരി. നാളുകൾ നമ്മുടെ തലമുറ എഴുന്നേറ്റ് അവൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തണമെങ്കിൽ ഈ തലമുറയിൽ ചില ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ സഹോദരി എന്നെയും നിന്നെയും ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ ഒതുങ്ങിയിരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആക്കിയ സിറ്റുവേഷൻ ദൈവത്തിന് വേണ്ടി എഴുന്നേക്കാമോ? എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. 4 മീറ്റിംഗിൽ കൊണ്ട് സംതൃപ്തമായിരിക്കാനല്ല, ഈ തലമുറയിൽ കർത്താവ് പറയുന്നത് കേട്ട് എഴുന്നേക്കാൻ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ സ്വരം കേട്ട് എഴുന്നേൽക്കാൻ നീ തയ്യാറാകുമോ? ഈ തലമുറയുടെ ചരിത്രം മാറ്റി എഴുതാൻ, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റി എഴുതാൻ, ഇസ്രായേലിന്റെ നിയമം മാറ്റി എഴുതാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. സമാഗമന കൂടാരത്തിന്റെ അടുത്ത് നീ ധൈര്യത്തോടെ ചെല്ലുന്നു. ചിലതിനെയൊക്കെ മാറ്റി എഴുതി, ചിലതൊക്കെ നമ്മൾ പ്രാപിക്കത്തക്കവണ്ണം അപ്പന്റെ അവകാശം, സ്വർഗത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളാല് നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാ. എഴുന്നേക്കാൻ നമ്മൾ തയ്യാറാകുമോ? ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോകുക. അതിന്റെ അവസാനം ചില കണ്ടീഷൻ കൂടെ കർത്താവ് പറയുന്നുണ്ട്. നമ്മളെ എല്ലാവരെയും വാഗ്ദത്തത്തിനായി കർത്താവ് വിളിച്ചതാ. എഴുന്നേൽക്കണം. ഇന്ന് നമ്മൾ അടങ്ങിയിരിക്കാനല്ല, എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത പോലും അറിയുന്ന ഒരു കർത്താവാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? നമ്മൾ എഴുന്നേക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്താ? സാഹചര്യത്തെ നോക്കിയിട്ടാണോ? നിയമത്തെ നോക്കിയിട്ടാണോ? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? അല്ല, നീ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു വിടുതലും പ്രാപിക്കാൻ പറ്റില്ല. പക്ഷെ നീ ആത്മാവിലൊന്ന് എഴുന്നേക്കാൻ തയ്യാറായിക്കോ. ലോകം അസാധ്യമെന്ന് പറയുന്നത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. പല പുരുഷന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് ഈ തലമുറയെ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ദെബോറയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനിടയായി. ആ കാലഘട്ടത്തില് സഹോദരന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ദെബോറ നീ എഴുന്നേറ്റപ്പം നിന്നെ കൊണ്ട് ചെയ്യിച്ചെങ്കിൽ, സഹോദരിമാരെ, ആ തലമുറയിൽ ആരും പ്രാപിക്കാത്ത ചില നന്മ സഹോദരി നീ എഴുന്നേറ്റ നിന്നെ കൊണ്ട്, നിനക്ക് മാത്രമല്ല വരുന്നൊരു തലമുറയ്ക്ക് കൂടെ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ചരിത്രത്തിന്റെ താളുകളില് 2024 എഴുതിയപ്പം ദൈവം എഴുതി വെക്കണം. സിംഗപ്പൂരിലുണ്ടായിരുന്ന ഈ ഫേബാൻഡി മൂലം, അയ്യോ ഈ സ്ഥലത്തുണ്ടായിരുന്ന ലിലിക്കുട്ടി ആന്റി നിമിത്തം, ഇന്ന സ്ഥലത്തുണ്ടായിരുന്ന ഇന്ന വ്യക്തി നിമിത്തം ചിലര് ചരിത്രത്തെ മാറ്റി. ചില കുടുംബത്തിന്റെ ശാപത്തിന്റെ ചരിത്രങ്ങള്, ചില കൂരിട്ടിന്റെ ചരിത്രങ്ങള്, ചില കെട്ടപ്പെട്ട ചില കഴുതയുടെ ചരിത്രങ്ങള് ഈ സഹോദരിമാര് മാറ്റി എന്ന് പറയാൻ എത്ര പേർക്ക് എഴുന്നേക്കാൻ തയ്യാറാണ്? പക്ഷെ ഈ അവകാശം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി പോരാടി പ്രാപിക്കുന്നവര് നമ്മൾ ഒരു കാര്യം ഓർക്കണം. അതിന്റെ 36-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴും അവിടെ പറയുന്ന ഒരു വാക്യം എങ്ങനെയാ? 36-ന്റെ 6-ാമത്തെ വാക്യം. നിങ്ങള് സഹോദരിമാരെ, നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, നിങ്ങളൊക്കെ യൗവനക്കാരാ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കും. പക്ഷെ അവിടെ ഒരു നിയമം പറയാ, നിങ്ങൾക്ക് കല്യാണമൊക്കെ കഴിക്കാം, പക്ഷെ നിങ്ങളുടെ പിതൃഭവനത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഞാൻ തന്ന ഈ വാഗ്ദത്തത്തിന് ഉറപ്പുള്ളൂ. ദൈവം പറയാ, നിനക്ക് തോന്നിയ പോലെ നടന്നിട്ട് വന്നിട്ട് ഞാനും ദൈവ പൈതലാന്ന് പറഞ്ഞ് കൈ ഉയർത്തിയാൽ അവിടെ ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഒരു ദിവസം പിശാച് ചോദിക്കുക, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, യേശുവിനെ അറിയാം, നീ ആരാ? അയ്യോ, നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോ കർത്താവ് നമ്മളെ നോക്കി ശരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ പിശാച് പോലും നിന്നോട് ചോദിക്കും, നീ ആരാ എന്റെ വചനം നിന്റെ നാവിലെടുക്കാൻ? നീ ആരാ ദൈവത്തിന്റെ വാഗ്ദത്തം എടുക്കാൻ? നീ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പോയതല്ലേ? നീ ഇന്നലെ നിനക്ക് ഇഷ്ടമുള്ള വാക്ക് പറഞ്ഞതല്ലേ? നീ ഇഷ്ടമുള്ള പോലെ വഴക്കുണ്ടാക്കിയതല്ലേ? എന്നിട്ട് നീ ആരാ വാഗ്ദത്തം പറയാന്? അല്ല ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം. അപ്പന്റെ കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരു ബന്ധം നമ്മളിൽ ഉണ്ടാകരുത്. ദൈവഹിതമല്ലാത്ത ഒരു ബന്ധങ്ങളിൽ വലഞ്ഞു പോയാൽ അഭിഷേകം നഷ്ടപ്പെടും. ശിംശോനെ നോക്കിക്കേ, അഭിഷേകം നഷ്ടപ്പെട്ടത് എങ്ങനെയാ? ഒരു വിവാഹം മാത്രമല്ല, ഈ വചനത്തിൽ നിലനിൽക്കാത്തിടത്തോളം കാലം ദൈവത്തിന്റെ ശിഷ്യരല്ല. ദൈവത്തിന്റെ വചനം പറയുക, ഈ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാ. ആ ശിഷ്യന്മാരോടാ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ സകല അധികാരവും എന്റെ അധികാരം തന്ന് എന്റെ സ്ഥാനാധിപതികളായി നിങ്ങളെ ഞാൻ വിടുക. അങ്ങനെ വിട്ടാൽ അത്ഭുതം നടക്കും. ഇന്നലെ പത്രോസിനോട് ചോദിച്ചു നോക്ക്, പത്രോസ് നിന്റെ വാക്കിന് പോലും വിലയില്ലാത്ത
നീ യഥാർത്ഥ ശിഷ്യനായി പോയപ്പം, നീ യഥാർത്ഥ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പം, നിന്റെ വാക്കിന് വിലയില്ലാത്ത നിന്റെ നിഴലിന് പോലും വിലയുള്ളതാക്കി ഞാൻ മാറ്റിയെങ്കിൽ ആ അഭിഷേകമാ, അഭിഷക്ത ദൈവദാസിമാരെ നമ്മൾ പകർന്നിരിക്കുന്നത്. പക്ഷെ അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. ദൈവത്തിന് ഏറ്റവും ദുഃഖമായ കാര്യം വചനത്തിൽ ആദ്യം പറയുന്നത് ഇങ്ങനെയാ, നോഹയുടെ തലമുറയില് ആ ജനം അവർക്ക് ബോധിച്ചതുപോലെ അവർ ജീവിച്ചു, മനസ്സ് പറഞ്ഞതുപോലെ അവർ ജീവിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതം മനസ്സ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ പ്രമാണത്തിലെ വാഗ്ദത്തങ്ങൾ നമ്മളിൽ നിലനിൽക്കില്ല. ഇന്നലെ രക്ഷിക്കപ്പെട്ട് കാണും, സ്നാനപ്പെട്ട് കാണും, അഭിഷേകം പ്രാപിച്ചു കാണും, അന്യഭാഷ പറയുന്നത് പോലെ കാണിക്കുന്നത് കാണും. പക്ഷെ വചനത്തിൽ നിലനിന്നാലേ വാസ്തവമായ എന്റെ ശിഷ്യരായി നിലനിൽക്കുള്ളൂ. ഇന്ന് നമ്മൾ വചനത്തിലാണോ നിലനിൽക്കുന്നത്? വചനത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കും വചനത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു നിയമത്തിന്റെ പരിമിതികൾക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാ, കോട്ടകളെ തകർക്കാൻ കഴിയുന്ന ദൈവശക്തിയാ, കല്ലറകളെ തുറക്കാൻ കഴിയുന്ന റോമൻ ഇമ്പീരിയൽ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്ത് പുറത്ത് വന്നവൻ, അവൻ നിന്നിലും എന്നിലും പകർന്നിരിക്കുന്നത് അതേ ആത്മശക്തിയാ. ഈ കാലഘട്ടത്തിൽ ആ ശക്തി ധരിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാനാ ദൈവം നമ്മളെ ഓരോ പട്ടണത്തിലും ആക്കി വെച്ചിരിക്കുന്നത്, ഓരോ കുടുംബത്തിലും ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മള് ആ നിയമം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ലോകത്തോട് ഇണയില്ലാപ്പണ കൂടരുന്ന് പറയുമ്പം ലോകവുമായി നമ്മൾ ഇഴുകി പോകുന്നുണ്ടോ? പുറമെ കാണിക്കുന്ന കുറെ ഇതല്ലല്ലോ നമ്മുടെ ആത്മീകത. ഹൃദയം നോക്കുമ്പം കർത്താവ് പറയാമോ, ഇന്ന് ഇവര് ശരി തന്നെയാ. ഇവർ ഈ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് മത്സരികളായപ്പോൾ, ഒത്തിരി പേര് ബോധിച്ച പോലെ നടന്നപ്പോ ഈ സഹോദരിമാർ അങ്ങനെയല്ലെന്നേ, അവർ കൃപയിൽ നിന്നവരാ. കർത്താവിനെ ഒന്ന് നോക്കിക്കേ. കർത്താവിന്റെ വചനം പറയാ, ക്രൂശിലെ മരണത്തോളം പുത്രനാം ദൈവം അനുസരണം കാണിച്ചെങ്കിൽ നമ്മൾ എത്ര അഭിഷേകം പ്രാപിച്ചാലും, എത്ര കൃപാവരമുണ്ടെങ്കിലും, എത്ര വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും, ഓരോ ദിവസവും ക്രിസ്തുവിന്റെ അനുസരണത്തിൽ നമ്മൾ തികഞ്ഞവരായി വരണമെന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്നലെ നന്മകൾ തന്നു കാണും, കറക്റ്റ്. മരുഭൂമിയിൽ മന്ന തിന്നുന്നുണ്ടാവും, കറക്റ്റ്. പ്രാർത്ഥിച്ചപ്പം ചെങ്കടൽ രണ്ടായി കാണും, കറക്റ്റ്. പക്ഷെ ഇന്ന് നമ്മൾ എങ്ങനെയാ? ഇന്ന് വചനത്തിൽ നിലനിൽക്കുന്നു. അതാ കർത്താവ് ചോദിക്കുന്നത്. നമ്മൾ എത്ര പേരെ പറ്റി കർത്താവിന് പറയാൻ പറ്റും നമ്മൾ വചനത്തിൽ നിലനിൽക്കുന്നു എന്ന്? കർത്താവ് പറയാ, കർത്താവിന്റെ നിർമ്മല കന്യകയായി നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തി. കർത്താവിന് ആഗ്രഹം അവനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ പൗലോസ് പറയാ, പിന്മാറിപ്പോകുമോ, വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. പൗലോസിന് പറയുന്ന സിമ്പിളായ ഭാഷ എത്ര കഠിനമായതാ, വഷളായി പോകുക. സലോഫഹാദിന്റെ മക്കളോട് പറയാ, നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ച് പ്രാപിച്ചൊക്കെ കുറെ പ്രാപിച്ചെടുത്തില്ലേ, ഇത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് മാത്രമേ, ദൈവമക്കളുടെ ഇടയിൽ നിന്ന് മാത്രമേ. അന്നത്തെ ഇസ്രായേൽ മക്കൾ ബാൽപെരിയോറിനോട് ചേർന്നപ്പം, പ്രേതങ്ങൾക്കുള്ള ബലികളെ കഴിച്ചപ്പം, അവരുടെ പുത്രിമാരെയും പുത്രന്മാരെയും അന്യർക്ക് കൊടുത്തപ്പം ഇവരൊരു തീരുമാനമെടുക്കുക, എന്റെ കൂട്ടുകാരി അങ്ങനെ ചെയ്താലോ, എന്റെ ആന്റിയുടെ മകൻ അങ്ങനെ ചെയ്താലോ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അഭിഷക്ത ദൈവദാസിമാരെ, ഈ കാലഘട്ടം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ നമ്മുടെ തീരുമാനം എന്താ? കുറെ ദൈവമക്കൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാനും ചെയ്യുമെന്നാണോ? ഇല്ലെന്നേ. സകല മലിനയും വിട്ടിട്ട്, സകലതും വിട്ട് നിർമ്മല കന്യകയായി തന്നെത്താൻ വെടിപ്പാക്കി, തേജസ്സിൽ കളങ്കം വാട്ടം മാലിന്യമില്ലാതെ നിർമ്മല കന്യകയായി നിൽക്കാൻ, മണവാട്ടിയായി നിൽക്കാൻ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുന്നവരാണോ? അങ്ങനെ ഒരുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് നിത്യത. നമ്മുടെ ജീവിതത്തിൽ ഈ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. അവരെ പറ്റി പറയുകയാണ് ഇവിടെ, വചനം പറയാണ്, ഇസ്രായേൽ മക്കൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടിയപ്പം നമ്മളോട് പുതിയ നിയമം പറയാ, അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. വിശുദ്ധന്മാർക്ക് ചേർച്ചയില്ലാത്തത് ഒന്നും നമ്മളിൽ ഉണ്ടാകരുത്. അങ്ങനെയായി ജീവിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എത്ര പേർക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റും? ഇവിടെ വചനം പറയുകയാണ്, അതിന്റെ 10-ാമത്തെ വാക്യം, 36-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയാ, മോശ കൽപ്പിച്ചതുപോലെ സലോഫഹാദിന്റെ പുത്രിമാർ ചെയ്തു, അതിനാൽ അവകാശം അവരുടേതായി മാറി. ഇന്ന് നമ്മളെ നോക്കി കർത്താവ് പറയാൻ പറ്റുമോ? മോശ കൽപ്പിച്ചതുപോലെ. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു, നിയമങ്ങൾ മാറ്റി എഴുതി, ഇന്നലെ പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ നടന്നു, ഇന്നലെ പ്രാർത്ഥിച്ച് എന്റെ കുടുംബത്തിൽ ഒത്തിരി വിടുതലുകൾ നടന്നു. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെ ആയിരിക്കുന്നു? ഇന്ന് അവന്റെ വചനത്തിൽ ഞാൻ നിലനിൽക്കുന്നു?
ഇവിടെ വചനം പറയാ, മോശ കൽപ്പിച്ചതുപോലെ തന്നെ സലോഫഹാദിന്റെ മക്കൾ ചെയ്തു. ഇന്ന് ദൈവം കൽപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നു. നമ്മളെ പറ്റി സ്വർഗം സാക്ഷി പറയുമോ? ഇതാ ജാതികളോട് കൂടെയില്ലാത്ത വേർതിരിയപ്പെട്ട ഒരു കുടുംബം, വേർതിരിയപ്പെട്ട ഒരു സംഘം. ഇവരെ ഇണയില്ലാപ്പിണ കൂടാത്തവരാ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാ, ദൈവത്തിന്റെ ഹൃദയം പറയുന്നത് പോലെ ജീവിക്കുന്നവരാ. അങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറയായി, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തേജസ്സിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവന്റെ വരവ് അതിവിദൂരമല്ല. അവൻ തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. വചനത്തിൽ നിലനിൽക്കുന്നവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അവർക്ക് വേണ്ടിയാണ് സ്വർഗം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ആ തേജസ്സിൽ നമ്മൾ ചേർക്കപ്പെടാന് മണവാട്ടിയായ തിരുസഭയെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ആ സ്വരം അതിവിദൂരമല്ല. കാഹളം ധ്വനിക്കാറായി, നമ്മൾ തേജസ്സിൽ എടുക്കപ്പെടാറായി. അന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടാൻ, ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ പ്രമാണിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആരെങ്കിലും ഇന്ന് ഭാരത്തോടെ ദൈവസന്നിധിയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, കൃപാസനത്തിന് അടുത്ത് വന്ന് ഏതു വിഷയം പറഞ്ഞു, അതിനൊരു പരിഹാരമുണ്ട്. കർത്താവാണ് പരിഹാരി. എന്നാൽ പരിഹാരം കിട്ടിക്കഴിയുമ്പം, വിടുതലുകൾ പ്രാപിച്ചു കഴിയുമ്പം നിയമത്തിനായവ് വന്നു പോകരുതേ, വചനത്തിനായവ് വന്നു പോകരുതേ. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നവരായി, നമ്മൾ ഓരോരുത്തരും വചനത്തിൽ നിലനിൽക്കുന്നവരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. വാഗ്ദത്ത കനാൻ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. മണവാളിനോട് മണിയറയിൽ പ്രവേശിപ്പാൻ കാലം അതിക്രമിച്ചു. നമുക്ക് ഒരുങ്ങാം. ദൈവസഭയെ നമുക്ക് അനേകരെ ഒരുക്കുന്ന ഈ തലമുറയിൽ നമ്മളുമായിരിക്കാൻ, കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ, വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായി നമ്മുടെ തലമുറയെ കൂടി അവകാശം പ്രാപിപ്പാൻ ഒരുക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇങ്ങനൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഗ്രൂപ്പിന്, ഈ പ്രയർ സെല്ലിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഫെബാൻഡിയോടും എന്റെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഫെബാൻഡിയെ ദൈവ സൗഖ്യമാക്കട്ടെ. വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകളിലെല്ലാം ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ അല്പം വീഡിയോ ഓൺ ചെയ്യാതൊക്കെ ഇരുന്ന് പോയി, അതിനോട് ക്ഷമിക്കണം. ഇവിടെ കുറെ ഗസ്റ്റ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് തിരക്കായി പോയി. എങ്കിലും കർത്താവ് ദൈവത്തിന്റെ കൃപയാൽ എന്നെയും ദൈവം നിർത്തിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടിയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ക്രിസ്തുവിന്റെ നാളിൽ അന്ന് പുകഴ്ചയ്ക്കായി കാരണമായി തീരാൻ, വാടാത്ത കിരീടം പ്രാപിപ്പാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ഞാനും അതിനുവേണ്ടി ഒരുക്കപ്പെടാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നന്ദിയോടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.